Hallelujah. 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 We thank you, Jesus. We thank you, Jesus. We thank you, Jesus. നമുക്ക് ഇന്ന് രാത്രിയിൽ ഒരുമിച്ച് കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കാൻ കർത്താവ് തന്ന സാവകാശത്തിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ഇന്ന് രാത്രിയിലെ യോഗത്തിന്റെ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാം. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. Hallelujah. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവരെയും ദൈവകരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ആമേൻ. ഓൺലൈനിൽ കൂടെയുള്ള ഈ മീറ്റിംഗ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരനുഗ്രഹമായി തീരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. മനോഹരമായ ഗാനങ്ങൾ പാടി നമ്മുടെ കർത്താവിനെ ആരാധിപ്പാൻ, നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ സമർപ്പിപ്പാൻ, അനുഗ്രഹിക്കപ്പെട്ട ദൈവിക വചനങ്ങൾ ഇന്ന് രാത്രിയിൽ കർത്താവ് നമുക്ക് നൽകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾ, യൗവനക്കാർ, സഹോദരി സഹോദരന്മാരെ എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് യോഗത്തിന്റെ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. ഞങ്ങൾ അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സ്വർഗപിതാവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. യോഗത്തിന്റെ അനുഗ്രഹത്തിനായിട്ട് ഞങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ജോൺ ചെയ്തിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. 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 വസായി ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച് CMന്റെ ആഭിമുഖ്യത്തിൽ ക്രമീകരിച്ചിരിക്കുന്ന ഈ ഓൺലൈൻ മീറ്റിംഗ് എല്ലാ നിലകളിലും ഒരു അനുഗ്രഹമായി തീരുവാൻ ഞങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. കഴിഞ്ഞൊരു പകൽക്കാല കർത്താവ് നമ്മെ എല്ലാവരെയും പരിപാലിച്ചു. നാം ആയിരുന്ന എല്ലാ സ്ഥാനങ്ങളിൽ കർത്താവ് നമ്മളോട് കൂടെ ഇരുന്ന് ഇന്ന് രാത്രിയിൽ ദൈവപാദപീഠത്തിലേക്ക് നമ്മെ കൊണ്ടുവന്ന ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ രാത്രി നാം കേൾക്കുന്ന വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരണം. നാം കേൾക്കുന്ന ഗാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരണം. നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത് ഒരനുഗ്രഹമായിട്ട് തീരണം. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ ദൈവമക്കളെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. യാതൊരു ടെക്നിക്കൽ ഇഷ്യൂസും കടന്നു വരാതെ സ്വർഗത്തിലെ ദൈവം സകലത്തെയും നിയന്ത്രിക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. ആമേൻ. നമ്മുടെ മധ്യത്തിൽ ദൈവം സംസാരിക്കുന്ന കർത്താവിന്റെ ദാസനായി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ആവശ്യമായിരിക്കുന്ന ദൈവികാലോചനകൾ തന്ന് നമ്മെ അനുഗ്രഹിക്കേണ്ടതിനായിട്ട് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധനെ നന്ദിയോട് സ്തോത്രം. സ്വർഗപിതാവേ നന്ദിയോട് സ്തോത്രം. ഹല്ലേലൂയ. 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 രാജാതി രാജാവിനും മഹത്വം, കർത്താതി കർത്താവിനും മഹത്വം. നന്ദിയോട് സ്തോത്രം. നന്ദിയുള്ള ഹൃദയത്തോട് സ്തോത്രം. നന്ദിയുള്ള ഹൃദയത്തോട് സ്തോത്രം. സ്വർഗപിതാവേ, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഈ രാത്രിയിലെ യോഗത്തിന്റെ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ആമേൻ. ഈ കൂടിവരവ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരനുഗ്രഹമായി തീരേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവരും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി ഇതിൽ ജോയിൻ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന പല പ്രിയപ്പെട്ടവരുണ്ട്. കർത്താവ് തന്റെ കുഞ്ഞുങ്ങളെ കൂട്ടിവരുത്തേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. യാതൊരു ടെക്നിക്കൽ ഇഷ്യൂസും കടന്നു വരാതെ ഈ യോഗത്തിന്റെ ആരംഭ സമയം മുതൽ ഇതിന്റെ സമാപന സമയം വരെയും ദൈവ സാന്നിധ്യം നാം അനുഭവിച്ചറിയേണ്ടതിനായിട്ട് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവേ, അവിടുത്തെ പുത്രന്റെ നാമത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് അവിടുത്തെ പാദപീഠത്തിൽ കടന്നു വരുവാൻ അവിടുന്ന് തന്ന സാവകാശത്തിനായി സ്തോത്രം. വസായി ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച് CMന്റെ ആഭിമുഖ്യത്തിൽ ക്രമീകരിച്ചിരിക്കുന്ന ഈ ഓൺലൈൻ മീറ്റിംഗ് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരേണ്ടതിനായി ഞങ്ങൾ ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു. ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ യൗവനക്കാരായ കുഞ്ഞുങ്ങൾക്കായി, സഹോദരി സഹോദരന്മാർക്കായി, മാതാപിതാക്കൾക്കായി, കുഞ്ഞുങ്ങൾക്കായി, എല്ലാവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കും. ഞങ്ങൾ അല്പ മിനിറ്റുകൾ അവിടുത്തെ പാദപീഠത്തിലായിരിക്കുന്നു. പാട്ടുകൾ പാടുവാൻ തന്റെ കുഞ്ഞുങ്ങളെ ബലപ്പെടുത്തുകയും ചേർന്ന് ഞങ്ങൾക്ക് പാടി ദൈവത്തെ സ്തുതിപ്പാൻ അവിടുന്ന് ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ ശക്തീകരിക്കണം.
അങ്ങയുടെ ദാസനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുത്തെ കൃപയാൽ നിറയ്ക്കണമേ. തിരുവചനം ഞങ്ങൾക്കൊരു അനുഗ്രഹമായി തീരണമേ. ഞങ്ങൾ കേൾക്കുന്ന ആ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ മുൻപോട്ട് ഒരു അനുഗ്രഹമായി തീരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. നിന്റെ ദാസന് മേൽ തിരുകൃപ പകർന്ന് പരിശുദ്ധാത്മാവിൽ നിറയ്ക്കണം. ആദ്യോടൊന്ന് ദൈവാത്മാവ് തന്നെ പ്രവർത്തിക്കണം. യാതൊരു ടെക്നിക്കൽ ഇഷ്യൂസും കടന്നു വരാതെ സ്വർഗത്തിലെ ദൈവ സകലത്തെയും നിയന്ത്രിക്കേണ്ടതിനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിന്റെ നിസ്തുല്യ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തി കർത്താവിനൊന്ന് സ്തോത്രം ചെയ്താണ്. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കാൻ കർത്താവ് തന്ന സാവകാശത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. വസായി ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച് ആമേൻ CMന്റെ ആഭിമുഖ്യത്തിൽ ക്രമീകരിച്ചിരിക്കുന്ന ഈ ഓൺലൈൻ മീറ്റിംഗ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരനുഗ്രഹമായി തീരട്ടെ. പ്രാരംഭ അല്പ മിനിറ്റുകൾ പാടി നാം ദൈവത്തെ ആരാധിപ്പാൻ പോകുന്നു. SFC കൊയറിനെ അതിനായിട്ട് മുൻപോട്ട് ക്ഷണിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. Praise the Lord. Hallelujah. നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാമല്ലോ. ഈ ഒരു നല്ല നിമിഷത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിനെ ഈ ദിവസം ഒരുമിച്ച് ചേർന്ന് പാടി മഹത്വപ്പെടുത്തുവാൻ, പ്രത്യേകാല ഈ വൺ ഡേ ഓൺലൈൻ മീറ്റിംഗിൽ ഒരുമിച്ച് നമുക്ക് ഈ പ്ലാറ്റ്ഫോം ത്രൂ കടന്നു വരുവാൻ സർവശക്തനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയ നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. അല്പനിമിഷം നാം കർത്താവിനെ പാടി മഹത്വപ്പെടുത്തുവാൻ പോവുകയാണ്. ഒരു പരപ്രേരണ കൂടാതെ തന്നെ നാം ആയിരിക്കുന്നുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ദൈവസന്നിധിയിൽ പൂർണ്ണമായി സമർപ്പിച്ച് പൂർണ്ണ മനസ്സോടെ കർത്താവിനെ പാടി മഹത്വപ്പെടുത്താം. അവൻ ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവാണ്. ഹല്ലേലൂയ. അവൻ സ്തുതികൾക്ക് യോഗ്യനായ ദൈവമാണ്. ആ ഉത്തമബോധത്തോടെ നമുക്ക് പാടി കർത്താവിനെ സ്തുതിക്കാമല്ലോ. ഹല്ലേലൂയ. ഓ മണവാളൻ വന്നിടാറാ, യേശു മണവാളൻ വന്നിടാറാ, മണവാളൻ വന്നിടാറാ, യേശു മണവാളൻ വന്നിടാറാ. സഭയെ ചേർത്തിടുവാൻ മനമികെ വന്നിടും. സഭയെ ചേർത്തിടുവാൻ മനമികെ വന്നിടും. മണവാളൻ മണവാളൻ വന്നിടാറാ, യേശു മണവാളൻ വന്നിടാറാ, മണവാളൻ വന്നിടാറാ, യേശു മണവാളൻ
ശബ്ദമില്ല, വോയിസ് ഇല്ല. ചേരുന്നേറ്റവൻ എല്ലാം മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവേ. എല്ലാ മുട്ടുമാമേ, എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവെന്ന്. He is Lord, amen. He is Lord. He is Lord. He has risen, amen. He has risen from the dead and He is Lord. Every knee shall bow, every tongue confess that Jesus Christ is Lord. സ്വരത്തോടെ every knee, amen. Every knee shall bow, every tongue confess, oh, that Jesus Christ is Lord. എല്ലാ മുട്ടും ആമേൻ, എല്ലാ മുട്ടും പാടും, എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവ്. എല്ലാ മുട്ടും ആമേൻ, എല്ലാ മുട്ടും പാടും, ഓ ആമേൻ, എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവ്. ഹല്ലേലൂയ. സന്തോഷമുള്ള ദൈവമക്കൾ, നിങ്ങളുടെ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാമല്ലോ. ഹല്ലേലൂയ. സകല മുഴക്കാലും മടങ്ങുന്ന ഒരു ദിനമുണ്ട്.
ഹല്ലേലൂയ. സകല മുഴങ്കാലും മടങ്ങുന്ന ഒരു നാമമുണ്ട്, അത് യേശു കർത്താവിന്റെ നാമമാണ്. നമ്മെ രക്ഷിച്ച, നമ്മെ വീണ്ടെടുത്ത യേശു കർത്താവിനെ സ്തുതിക്കാമല്ലോ. ഹല്ലേലൂയ. പിതാവേ, സകല മാനവും മഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്നു. ഈ വലിയ സ്നേഹത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. All glory and honor to you, Father. Let your presence be experienced furthermore. In Jesus' name I pray. Amen. Amen. God bless you all. Hallelujah. Praise the Lord. Hallelujah. നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. Praise the Lord. പാട്ടുകൾ പാടി നമ്മുടെ കർത്താവിനെ ആരാധിപ്പാൻ കർത്താവ് നമുക്ക് അവസരം തന്നല്ലോ. ഇന്ന് രാത്രിയിൽ നമുക്ക് ഇങ്ങനെ ലഭിച്ച ഈ നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ കണ്ണുകളെ അടച്ച് നമുക്ക് ദൈവസന്നിധിയിൽ തുടർന്നുള്ള ദൈവവചന ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കാം. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ ദൈവമക്കൾ, ദൈവദാസന്മാരെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രതിയാലിന്റെ രാത്രി നമ്മുടെ മധ്യത്തിൽ ദൈവനെ സംസാരിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ആൽബി തോമസിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ആമേൻ. ഇന്ന് രാത്രിയിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന തീമിന്റെ അടിസ്ഥാനത്തിൽ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് സംസാരിപ്പാൻ തന്റെ ദാസനെ ദൈവം ബലപ്പെടുത്തേണ്ട തിരുവചന കേൾവി സഭയായി നമുക്കൊരു അനുഗ്രഹമായി തീരണം. ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവർക്കും ഒരു അനുഗ്രഹമായി തീരണം. വിശേഷാൽ അനേക കുഞ്ഞുങ്ങൾ, യുവതി യുവാക്കന്മാർ ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ എല്ലാവരുടെയും മുൻപോട്ടുള്ള ക്രിസ്തീയ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരേണ്ടതിനായിട്ട് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. യാതൊരു ടെക്നിക്കൽ ഇഷ്യൂസും കടന്നു വരാതെ നമ്മുടെ ഭവനങ്ങളിൽ, റൂമുകളിൽ വളരെ ശാന്തതയോടെ ദൈവവചനം കേൾക്കുവാനും ആ തിരുവചനം നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാനും നമ്മുടെ കണ്ണുകളെ അടച്ച് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. അല്പസമയം എല്ലാവരും ദൈവസന്നിധിയിൽ ഒന്ന് സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ. ഇനി ജോയിൻ ചെയ്യുവാൻ പല പ്രിയപ്പെട്ടവരുണ്ടല്ലോ. കർത്താവ് തന്റെ മക്കളെ കൂട്ടുവരുത്തേണം. നമുക്ക് ഒരുമിച്ച് അല്പ മിനിറ്റുകൾ അവിടുത്തെ പാദപീഠത്തിലായിരിക്കുന്നത് എല്ലാ നിലകളിലും ഒരു അനുഗ്രഹമായി തീരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഇന്ന് രാത്രിയിലെ യോഗത്തിന്റെ അനുഗ്രഹത്തിനായി ഞങ്ങൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഒരു വലിയ ദൈവ സാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവിപ്പാൻ ഞങ്ങളുടെ മുൻപോട്ടുള്ള ക്രിസ്തീയ ജീവിതത്തിൽ ഇന്ന് രാത്രിയിലെ ഈ കൂട്ടായ്മ, വചന ശുശ്രൂഷ ഒരു അനുഗ്രഹമായി തീരുവാൻ ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നമ്മളെല്ലാവരും സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രിയ പ്രദീപ് ബ്രദർ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുന്നു. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, മനോഹരമായ ഈ സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സംഭവപരമായ പകൽ സമയം മണികളെ വിട്ട് കടന്നുപോയി ഇപ്രകാരം കർത്താവെ ഹാലിലെ സൂം മീറ്റിംഗുമായി കടന്നു കർത്താവ് സഹായിച്ചല്ലോ. അങ്ങയുടെ വിശ്വസ്തയ്ക്കായി പരിപാലനത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കഷ്ടകാലങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ നാളുകളിൽ കർത്താവ് അടിയോട് കൂടെയിരുന്നു. ഇത്രത്തോളം സന്തോഷം, സമാധാനം കർത്താവ് നൽകി. ഹാലിലെ പ്രത്യേക ഹാലിലെ കടന്നു വന്ന ദേവദാസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അടികൾക്ക് ആവശ്യമായ സ്വർഗീയ മന്ന കർത്താവെ ഹല്ലേലൂയ. അങ്ങനെ ആത്മാവിനാൽ കർത്താവ് നിറയ്ക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദേവദാസിനെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന കർത്താവെ ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ ദൈവമക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദേവദാസൻ കുടുംബം കടന്നു വന്ന എല്ലാ ദൈവങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. പകൽക്കാല കർത്താവെ ഒരു അനുഗ്രഹത്തിന് പകലായ കർത്താവ് മാറ്റേണ്ട കർത്താവെ. അങ്ങനെ വചനം കർത്താവെ ഹല്ലേലൂയ സംസാരിക്കുമ്പോൾ പ്രിയ ദേവദാസനെ കർത്താവെ ശക്തിപ്പെടുത്തേണ്ടതിനായി കർത്താവെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഇത് അടിയങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ ഹല്ലേലൂയ ഒരു അനുഗ്രഹമായി തീരേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഒരനർത്ഥവും ഭവിക്കൽ ഒരു ബാധ എന്നൊരു കൂടെ ആരത്തിനെടുക്കൽ അങ്ങനെ വചനമാണ് കർത്താവെ. വചനത്തിൽ കീഴിൽ കർത്താവെ കടന്നു വന്ന എല്ലാവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അടിനെയും താഴ്ത്തി സമർപ്പിക്കുന്നു. പ്രാർത്ഥനയെ ആദ്യം കേട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ തന്നെ നാമത്തിൽ താഴ്മയെ ചോദിക്കുന്നു. കൃപ തോന്നി കേൾക്കുമാറാകണമേ സ്വർഗീയ പിതാവേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ പരിശുദ്ധമായ നാമം ഈ മനോഹരമായിരിക്കുന്ന രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രിയിൽ ഈ ഓൺലൈൻ മീറ്റിംഗിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പസായി ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിന്റെ യുവജന വിഭാഗമായിരിക്കുന്ന CMന്റെ ആഭിമുഖ്യത്തിൽ ക്രമീകരിച്ചിരിക്കുന്ന ഈ മീറ്റിംഗ് ഇന്ന് രാത്രി നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരനുഗ്രഹമായി തീരുവാൻ അവിടുന്ന് ഇടയായി തീരട്ടെ. ആമേൻ. ചില പ്രിയപ്പെട്ടവർ കൂടി ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്കെല്ലാവർക്കും വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. നമ്മുടെ സഭയിലെ ദൈവമക്കളെ കൂടാതെ തന്നെ ആമേൻ കർത്താവിന്റെ ദാസന്മാരായി പ്രിയപ്പെട്ടവരായി വിവിധ രാജ്യങ്ങളിൽ നിന്നായി, വിവിധ സ്ഥലങ്ങളിൽ നിന്നായി ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്തു. പ്രത്യേകം നമ്മുടെ ഫെലോഷിപ്പിന്റെ ഈ മുംബൈ സെന്ററിന്റെ സെൻട്രൽ മിനിസ്റ്റർ ആയിരിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജേക്കബ് ജോൺ ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. കർത്താവിന്റെ ദാസനെ
ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മറ്റ് പ്രിയപ്പെട്ടവരെ എല്ലാം ഓർത്ത് ദൈവത്തിന് മഹത്വം അർപ്പിക്കുകയാണ്. എല്ലാവരെയും ഈ മീറ്റിംഗിലേക്ക് ഹാർദവുമായിട്ട് സ്വാഗതം ചെയ്യുന്നു. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിൽ ഇന്ന് രാത്രി കാലമായിരിക്കാം. പ്രത്യേകം ഇന്ന് രാത്രിയിലെ ഈ മീറ്റിംഗിൽ നമ്മോട് ദൈവത്തിന്റെ വചനത്തിൽ സംസാരിക്കുന്നത് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ആൽബി തോമസ് കേരളയാണ്. കർത്താവിന്റെ ദാസൻ തക്ക സമയത്ത് തന്നെ ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ആമേൻ. ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ ദാസിൽ കൂടെ കേൾക്കുന്ന ദൈവത്തിന്റെ വചനം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരട്ടെ. നാം പ്രത്യേകമായിരിക്കുന്ന ഒരു തീം ആമേൻ കർത്താവിന്റെ ദാസന് നൽകിയിട്ടുണ്ട്. ആമേൻ. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 15-16 വാക്യങ്ങളെ അടിസ്ഥാനമാക്കി ബി വൈസ്. ആമേൻ. നമ്മൾ സമയം തക്കത്തിൽ ഉപയോഗിക്കണം. വളരെ ജ്ഞാനത്തോടെ ഈ ദിവസങ്ങൾ നാം ആയിരിക്കണം. ദുരുപദേശങ്ങൾ ഓരോ ദിവസവും വർദ്ധിച്ചു വരുന്നു. അന്ധകാരത്തിന്റെ ശക്തികൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ആകയാൽ വളരെ ആമേൻ ബുദ്ധിയോടെ ആമേൻ പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ നാം ഒരു ക്രിസ്ത്യ ജീവിതം നയിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. കർത്താവിന്റെ ദാസിൽ കൂടെ ഇന്ന് രാത്രിയിൽ കേൾക്കുന്ന വചനം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരട്ടെ. പ്രതിയാൽ കർത്താവിന്റെ ദാസൻ കേരളത്തിൽ ഇപ്പോൾ ആമേന് കുമ്പനാടിനടുത്ത് കടപ്ര എന്ന് പറയുന്ന സ്ഥലത്ത് ന്യൂ ലൈഫ് അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ അസോസിയേറ്റ് പാസ്റ്ററായിട്ട് കർത്താവിന്റെ ദാസൻ സേവനം അനുഷ്ഠിക്കുന്നു. അപ്പോൾ തന്നെ നമ്മുടെ ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരിയിൽ ഒരു വേദ അധ്യാപകൻ കൂടിയാണ്. കർത്താവിന്റെ ദാസന്റെ മാതാപിതാക്കൾ ഈ ബോംബെയിൽ തന്നെ കർത്താവിന്റെ വേലയിലുണ്ട്. അവരെല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ സഭയോടുള്ള ബന്ധത്തിൽ ഈ ഓൺലൈൻ മീറ്റിംഗിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച കർത്താവിന്റെ ദാസനായിരിക്കുന്നു. പ്രതിയാൽ ഞങ്ങൾ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കാം. മുൻപോട്ടുള്ള സമയം വളരെ വിലപ്പെട്ടതാണ്. കർത്താവ് നമ്മെ ഒരുപോലെ അനുഗ്രഹിക്കട്ടെ. ഒരു പ്രാവശ്യം കൂടെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ജോയിൻ ചെയ്ത എല്ലാവരെയും ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് തുടർന്നുള്ള വചന ശുശ്രൂഷയ്ക്കായി കർത്താവിന്റെ ദാസന സമയങ്ങൾ വേർതിരിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട ഓൺലൈൻ കൂട്ടായ്മയിൽ പ്രത്യേക യൗവനക്കാരെ ഫോക്കസ് ചെയ്തുകൊണ്ട് നടത്തുന്ന ഈ പ്രത്യേക സീമിന്റെ മീറ്റിംഗിൽ നിങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ കർത്താവിൽ വളരെ സന്തോഷിക്കുന്നു. എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഈ യോഗത്തിന്റെ അധ്യക്ഷനായ പാസ്റ്റർ സ്റ്റീഫൻ ജോർജ്, വസായി ഷാരോൺ ഫെലോഷിപ്പിലെ ദൈവമക്കൾ, പ്രത്യേക ഗാന ശുശ്രൂഷയിൽ നേതൃത്വം കൊടുത്ത പ്രിയ സഹോദരങ്ങൾ, എന്നെ വിളിച്ച പ്രിയ ബ്രദർ ജോയൽ, മറ്റ് ദൈവദാസന്മാർ, ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിലെ നേതൃത്വ നിലയിലുള്ള പാസ്റ്റർ ജേക്കബ് ജോൺ, എല്ലാവരെയും കർത്താവിന്റെ നാമത്തിൽ ഞാൻ ഒറ്റവാക്കിൽ തന്നെ വന്ദനം ചൊല്ലുകയാണ്. കർത്താവ് നമ്മളെ ഇന്ന് രാത്രിയിൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ, നമ്മുടെ വിലപ്പെട്ട നിമിഷങ്ങൾ വേർതിരിച്ച് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പോവുകയാണല്ലോ. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടട്ടെ. യുവാക്കന്മാരോടും എല്ലാവരോടും ഒരുപോലെ ദ ഹോളി സ്പിരിറ്റ് സ്പീക്ക് ടു അസ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു തീമാണ് ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 15-ാം വാക്യത്തെ ആസ്പദമാക്കിക്കൊണ്ട് ബി വൈസ്, ബുദ്ധിയുള്ളവരാകുവിൻ. വളരെ പ്രസക്തിയുള്ള, കാലിക പ്രസക്തിയുള്ള വാക്കുകളാണ്. ബി വൈസ് എന്ന് പറയുമ്പോൾ മലയാളത്തിനേക്കാൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ വളരെ അർത്ഥസമ്പുഷ്ടമായി അത് നമുക്ക് അല്പം കൂടെ ഹൃദയഭേദകമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ബി വൈസ് എന്ന് പറയുമ്പോൾ വളരെ ഇന്റലിജൻസിനും അറിവിനും ജ്ഞാനത്തിനും വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ബുദ്ധിയുള്ളവർ, അറിവുള്ളവർ, അല്ലെങ്കിൽ കഴിവുള്ളവർ, അല്ലെ ബ്രില്യൻ്റ് ആയ ആൾക്കാരെ ഏറ്റവും അധികം മാനിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ഇന്ന് വന്നു നിൽക്കുന്നത്. അങ്ങനത്തെ ഒരു കാലഘട്ടമാണ്. ഞാൻ പെട്ടെന്ന് ഓർത്തു പോവുകയാണ്. ബുദ്ധി വളരെ വൈഭവമുള്ള, വളരെ ബ്രില്യൻ്റ് ആയവരെ, പ്രത്യേകിച്ച് ചെറുപ്രായങ്ങളിൽ വളരെ ബ്രില്യൻസ് കാണിച്ചവരെ വിളിക്കുന്ന ഒരു പേരുണ്ട്, ചൈൽഡ് പ്രോഡിജി. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ചൈൽഡ് പ്രോഡിജി എന്ന് പറഞ്ഞാൽ ഈ ചില കുഞ്ഞുങ്ങൾക്ക്, ചില കുട്ടികൾക്ക് അപാരമായ അറിവ്. 10-ാം വയസ്സിൽ, 11-ാം വയസ്സിൽ IIT-യിൽ പഠിക്കാൻ കയറുന്നു, 12-ാം വയസ്സിൽ ഗ്രാജുവേറ്റ് ചെയ്യുന്നു. അങ്ങനെയൊക്കെ നിങ്ങൾ പത്രങ്ങളിൽ വായിച്ചു കാണും. 8-ാം വയസ്സിൽ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആകുന്നു. അവരെയൊക്കെ വിളിക്കുന്ന പേരാണ് ചൈൽഡ് പ്രോഡിജി. കാരണം
എക്സെപ്ഷണലായ ഒരു അറിവ്, ഒരു ജ്ഞാനം അവർക്കുള്ളത് കൊണ്ട് അവർ ആ പ്രായത്തെ കവിയുന്ന ഏതോ ഒരു ബുദ്ധിമണ്ഡലം തുറക്കപ്പെട്ട വ്യക്തികൾ എന്ന നിലയിൽ പ്രോഡിജി, അതിൽ നിന്നാണ് പ്രോഡികൾ എന്ന വാക്ക് വരുന്നത്. തൂർത്ത് എന്ന് പറയുന്നത് പോലെ തൂർത്ത് പുത്രൻ എന്ന് പറയുന്ന ആ പ്രോഡികൾ എന്ന വാക്ക് തന്നെയാണ് ചൈൽഡ് പ്രോഡിജി എന്ന് പറഞ്ഞാൽ ധാരാളം അമിതമായ കഴിവും പ്രാപ്തിയുള്ള ഒരു കുട്ടിയെ അതുകൊണ്ട് ചൈൽഡ് പ്രോഡിജി എന്ന് വിളിക്കുന്നു. ഞാൻ പറയാൻ താല്പര്യപ്പെട്ടത്, പക്ഷെ ചരിത്രം പഠിക്കുമ്പോൾ ഞാൻ എക്സാമ്പിൾസ് എടുത്ത് പറയുന്നില്ല. ഈ പല ചൈൽഡ് പ്രോഡിജിയും വളർന്നു വരുമ്പോൾ അവർ ചെറുപ്പത്തിൽ കാണിച്ച ആ ബുദ്ധി വൈഭവം അവർക്ക് ജീവിതത്തിൽ വലിയ പ്രയോജനമൊന്നും ചെയ്തിട്ടില്ല. പല ചൈൽഡ് പ്രോഡിജിയും വലിയ വലിയ പത്രവാർത്തകളായി കട്ടൗട്ടായി ജീവിതം ആരംഭിച്ചിട്ട് അവരുടെ ജീവിതത്തിൽ മുൻപോട്ട് പോകുമ്പോൾ ഒരിടത്തും അവർക്ക് വേണ്ടത്ര ഇമ്പാക്റ്റ് നടത്തുവാൻ കഴിഞ്ഞിട്ടില്ല. എന്നെ വളരെ ശ്രദ്ധിക്കണം. അങ്ങനത്തെ വളരെ ചൈൽഡ് പ്രോഡിജീസിന്റെ ചരിത്രങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. അവിടേക്കൊന്നും ഞാൻ ഇപ്പോൾ എൻ്റെ സമയം കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഒരു പേര് മാത്രം ഞാൻ പറയാം. നിങ്ങളുടെ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. വില്യം ജെയിംസ് സൈഡിസ് എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ. വില്യം ജെയിംസ് സൈഡിസ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ ചെറുപ്പത്തിൽ ഹാർവേഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു. 9-ാം വയസ്സിൽ താൻ ഹാർവേഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനായിട്ട് തനിക്ക് ഭാഗ്യം കിട്ടി. അമേരിക്കയിലെ ഏറ്റവും പ്രശസ്തമായ യൂണിവേഴ്സിറ്റിയിൽ ഈ വില്യം ജെയിംസ് സൈഡിസ് പഠിച്ചു. നിങ്ങളൊന്ന് ചിന്തിച്ചു, ഹാർവേഡ് യൂണിവേഴ്സിറ്റിയിൽ 9 അല്ല 29 വയസ്സായാലും നമുക്ക് ആർക്കും കയറി പറ്റത്തില്ല. At the age of 9, he became a student at Harvard. He graduated from there. തന്റെ ചരിത്രമൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല, ദൈവവചനത്തിലേക്ക് ഞാൻ പോകാൻ ആഗ്രഹിക്കുക. പക്ഷേ നിങ്ങളൊന്ന് ഗൂഗിൾ അടിച്ച് നോക്കിയാൽ മതി. നിങ്ങൾ ഈ മീറ്റിംഗ് കഴിയുമ്പോൾ വില്യം ജെയിംസ് സൈഡിസ് അദ്ദേഹം ജീവിതം അവസാനിപ്പിച്ചത് ഒരു ചെറിയ ഓഫീസിലെ ഒരു ക്ലർക്കായിട്ടാണ്. 9-ാം വയസ്സിൽ ഹാർവർഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ ഭാഗ്യം കിട്ടിയ മനുഷ്യൻ. അന്നത്തെ ഏറ്റവും കൂടുതൽ മാത്തമാറ്റിക്സിൽ പാണ്ഡിത്യമുള്ള ശിശു അല്ലെങ്കിൽ ബാലൻ എന്ന് പറഞ്ഞ് അങ്ങനെയുള്ള പ്രസിദ്ധി ആർജിച്ച ഈ പയ്യൻ വളർന്നു വന്നപ്പോൾ ഒരു ക്ലർക്കായിട്ട്, വെറും ക്ലർക്കായിട്ട് തന്റെ ജീവിതം അവസാനിപ്പിച്ചു. കാരണം എന്താ? തൻ്റെ ആ അറിവ് തനിക്ക് പ്രയോജനപ്പെട്ടില്ല. ഇതേ കാര്യമാണ് ഇന്ന് ആത്മീയമായി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. നമുക്ക് പല ആത്മീയ അറിവുകൾ കാണും, പക്ഷെ ആത്മീയ അറിവുകൾ നമ്മൾ പ്രായോഗികമാക്കുന്നതാണ് വിസ്ഡം. ലോകത്തിൽ എന്തോ ഒരു വലിയ ആളായിത്തീരുന്നതല്ല എൻ്റെ ഇന്നത്തെ സന്ദേശത്തിന്റെ കാതലായ വശം, മറിച്ച് ഗോഡ്ലി വിസ്ഡം. എൻ്റെ ഇന്നത്തെ സന്ദേശത്തിന്റെ ഒരു ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ വാക്കിംഗ് വൈസ്ലി ഇൻ എ വിക്കഡ് വേൾഡ്. ഒരു ദുഷ്ട ലോകത്ത്, ഒരു ദുഷ്ടത നിറഞ്ഞ ലോകത്ത്, വിക്കഡായിട്ടുള്ള ഒരു ലോകത്തിൽ വൈസായിട്ട്, ജ്ഞാനികളായിട്ട് എങ്ങനെ നടക്കാം? എഫെസ്യ ലേഖനം 5-ാം അധ്യായം 15-ാം വാക്യം തന്നെ ആരെങ്കിലും ഒന്നിനെ വായിച്ച് സഹായിച്ചാൽ. ആകയാൽ സൂക്ഷ്മതയോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ട് നടക്കാൻ നോക്കുവേൻ. നോക്കിയേ, ജ്ഞാനികളായിട്ട്. ആകയാൽ സൂക്ഷ്മതയോടെ. നോക്കി, സൂക്ഷ്മത കൈവിട്ടാൽ നടപ്പിനെ ബാധിക്കും. സോ ബി കെയർഫുൾ ഹൗ യു വാക്ക്. അതാണ് ഇംഗ്ലീഷിൽ എങ്ങനെയാ പറയുന്നത്? ബി കെയർഫുൾ ഹൗ യു വാക്ക്, നോട്ട് അൺവൈസ്ലി ബട്ട് വെരി വൈസ്ലി. എഫെസ്യ ലേഖനത്തിന്റെ ഒരു പശ്ചാത്തലം, ഒരു കോണ്ടെക്സ്റ്റ് നമ്മൾ മനസ്സിലാക്കിയാലേ ഈ ദൂത് നമുക്ക് ഗ്രഹിക്കാൻ കഴിയത്തുള്ളൂ. എഫെസ്യ ലേഖനത്തിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് പൗലോസ് എഫെസ്യ സഭയ്ക്ക് എഴുതിയത് നമ്മൾ എല്ലാവരും അറിയുന്നുവെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു മെസ്സേജാണ് പോൾ കൈമാറുന്നത്. താൻ സ്ഥാപിച്ച എഫെസോസ് സഭയോട് ഈ ലേഖനത്തിൽ കൂടി പൗലോസ് പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ അവരെ കൃപയിലേക്ക് കൊണ്ടുവന്ന ദൈവത്തിന്റെ ഒരു അനാദി നിർണയം, ഒരു പദ്ധതിയുണ്ട്, ഒരു ഡിവൈൻ പ്ലാൻ ഉണ്ട്. 1-ാം അധ്യായം 9-10 വാക്യങ്ങളിലാണ് നാം അത് പ്രാഥമികമായി ഈ ലേഖനത്തിന്റെ ഒരു മെയിൻ തീം എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ആ വാക്യങ്ങളിലാണ് നമ്മൾ കാണുന്നത്. 1-ാം അധ്യായം 9-10 വാക്യങ്ങൾ ഒന്ന് വായിച്ചാൽ, അവനിൽ താൻ മുൻ നിർണയിച്ച തന്റെ പ്രസാദത്തിന് തക്കവിധം തന്റെ ഹിതത്തിന്റെ മർമ്മം അവൻ നമ്മോട് അറിയിച്ചു. അത് സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളതെല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്കുക എന്നിങ്ങനെ
കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായി കൊണ്ട് തന്നെ ദൈവത്തിന്റെ ഒരു പദ്ധതി, അവിടുത്തെ ഹിതം, അവിടുത്തെ പർപ്പസ് കാലസമ്പൂർണതയിൽ സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതുമെല്ലാം ക്രിസ്തുവിൽ ഒന്നായി ചേർക്കുക. ഗോഡ്സ് ഗ്രേറ്റ് പ്ലാൻ അബൌട്ട് ദ കോസ്മോസ്, പ്രപഞ്ചത്തെ കുറിച്ചുള്ള ദൈവത്തിന്റെ വലിയ പദ്ധതി. എന്താ പദ്ധതി? സ്വർഗത്തെയും ഭൂമിയെയും, ഹെവൻ ആൻഡ് എർത്ത്, ഇതിനെ ഒന്നാക്കി തീർക്കുക എന്ന് പറഞ്ഞാൽ ചോദ്യം ഉയരുന്നത്, ഇതെന്താ രണ്ടായി പോയോ? യെസ്, ഇത് രണ്ടായി, രണ്ട് ധ്രുവങ്ങളായി, രണ്ട് പോൾസ് അപ്പാർട്ടായി അത് മാറി. ഒരിക്കൽ സ്വർഗവും ഭൂമിയും ഇടകലർന്ന് കിടന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഉൽപ്പത്തിയുടെ ആദ്യത്തെ ആളുകളിൽ സ്വർഗത്തിന്റെ ഒരു കോർട്ട്യാർഡ് പോലെ ദൈവം സന്ധ്യയാകുമ്പോൾ ഇറങ്ങി വന്ന് ദൈവം സൃഷ്ടിച്ച ആദ്യ മാതാപിതാക്കളോട് നടന്ന, ദൈവത്തെ മുഖാമുഖം അനുഭവിച്ച, കൂട്ടായ്മ ആചരിച്ച, സ്വർഗവും ഭൂമിയും ഇടകലർന്ന് ഒന്നായി നിന്ന ഒരു ലോകമുണ്ടായിരുന്നു. ബിഫോർ ദ ഫോൾ, പാപം മനുഷ്യകുലത്തെ ബാധിക്കുന്നതിന് മുൻപ് ആദ്യ മാതാപിതാക്കൾ മനഃപൂർവമായി ദൈവത്തോടുള്ള ഈ റിലേഷൻഷിപ്പിൽ നിന്ന് കട്ട് ഓഫ് ആകുന്നതിന് മുൻപ് heaven and earth was one. It was joined together. എഫെസോസ് സഭയോട് പൗലോസ് പറയുന്നത്, ദൈവത്തിന്റെ ഈ ഗ്രേറ്റ് എക്കോണമി, ദൈവത്തിന്റെ ഈ വലിയ പദ്ധതി, ദൈവത്തിന്റെ വലിയ ആസൂത്രിത ആ പ്ലാൻ എന്താ? ദൈവസഭയെ ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത് ഈ പ്ലാനിന്റെ ഒരു ഭാഗമാണ്. എന്താ പ്ലാൻ? ദൈവത്തിന്റെ ഈ സ്വർഗത്തെയും ഭൂമിയും ഒന്നാക്കാനുള്ള, ക്രിസ്തുവിൽ എല്ലാത്തിനെയും ഒന്നാക്കാനുള്ള ആ പദ്ധതിയുടെ ദൈവിക വെളിപ്പെടുത്തലാണ്, ദൈവികമായ ആ പർപ്പസിന്റെ ഒരു ഘട്ടമാണ് നമ്മളെ വീണ്ടെടുത്ത് നമ്മളെ സഭയിലാക്കി ഒരു കമ്മ്യൂണിറ്റിയിലാക്കി. എന്ന് പറഞ്ഞാൽ 1-ാം അധ്യായത്തിൽ ദൈവിക പർപ്പസിനെ കുറിച്ചും ക്രിസ്തുവിൽ നമുക്കുള്ള എല്ലാ ആത്മീക അനുഗ്രഹങ്ങളും പറഞ്ഞിട്ട് 2-ാം അധ്യായത്തിൽ പറയുന്നത്, നമ്മൾ ആരായിരുന്നു? അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു. We were dead in sin. We were separated from God. നമ്മളെ കരുണാസമ്പന്നനായ ദൈവം നമ്മളെ സ്നേഹിച്ച മഹാസ്നേഹത്താൽ നമ്മളെ വീണ്ടെടുത്തു. എന്നിട്ട് 2-ാം അധ്യായം 11 കഴിഞ്ഞുള്ള വാക്യങ്ങളിൽ വരുമ്പോൾ ദൈവം വീണ്ടെടുത്ത ഈ ജനത്തെ എന്ത് ചെയ്യുകയാണ്? നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. 5-ാം അധ്യായത്തിന്റെ ആ കാതലായ ദൂതിലേക്ക് ഞാൻ വരികയാണ്. ദൈവം നമ്മളെ വ്യത്യസ്തരായ പല ഭവനങ്ങളിൽ ജനിച്ച പല കുടുംബങ്ങൾ, പല ജാതിക പശ്ചാത്തലം, പ്രത്യേകിച്ച് 2-ാം അധ്യായം പൗലോസ് എഫെസോസിൽ എഴുതുമ്പോൾ അവിടെ മെയിൻ ആയിട്ടുള്ള 2 ഗ്രൂപ്പ്സ് ആണ്, യഹൂദന്മാരും ജാതികളും. ഒരിക്കലും ചേരത്തില്ല. യഹൂദന്മാർ വാഗ്ദത്വമുള്ളവരാ, ജാതികൾ വാഗ്ദത്വവുമായി ബന്ധമില്ലാത്ത, ദൈവമില്ലാത്തവരായി, ഇസ്രായേൽ പൗരതയുമായി ഒരു ബന്ധവുമില്ലാതെ ഈ ലോകത്തിൽ തള്ളപ്പെട്ടവർ, അന്യരായിരുന്നു. പക്ഷെ ദൈവം എന്ത് ചെയ്യുകയാണ്? ക്രിസ്തുവിന്റെ മരണത്തിൽ കൂടി നമ്മളെ രക്ഷിച്ചെന്ന് മാത്രമല്ല, വേർപാടിന്റെ നടിച്ചുവരനെ ഇടിച്ചു കളഞ്ഞ് ഇരുപക്ഷത്തെയും ഒന്നാക്കി ഒരു പുതു മനുഷ്യനെ ഉണ്ടാക്കുകയാണ്. ഒരു ന്യൂ മാൻ, ഒരു ന്യൂ ഹ്യൂമാനിറ്റി, ഒരു പുതിയ മാനവികത സൃഷ്ടിക്കപ്പെടുകയാണ്. ആ ന്യൂ ഹ്യൂമാനിറ്റി, ആ ന്യൂ മാൻ, അതിന്റെ പേരാണ് ദൈവസഭ. അല്ലാതെ ആരും തെറ്റിദ്ധരിക്കരുത്, ഞാൻ യേശുവിനെ അറിഞ്ഞു, ഞാൻ രക്ഷിക്കപ്പെട്ടു, അല്ലെ ഒരിക്കൽ, ഇപ്പോൾ അത് പറയാറില്ല, ഒരിക്കൽ പലരും പറഞ്ഞു ഞാൻ ബോൺ അഗെയിൻ ആണെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ടൈറ്റിലോ അങ്ങനത്തെ ഒരു തസ്തിക കൊണ്ട് ക്രിസ്തീയ ജീവിതം തീരുകയല്ല. ക്രിസ്തീയ ജീവിതത്തിന്റെ പർപ്പസ് എന്ന് പറയുന്നത് നമ്മളെ വീണ്ടെടുത്ത് ഒരു പുതു മനുഷ്യനാക്കി, നമ്മളെ ഒറ്റിച്ചേർത്ത് ഒരു പുതിയ മാനവികത, ഒരു പുതിയ കമ്മ്യൂണിറ്റി ദൈവം ഉണ്ടാക്കുകയാണ്. അതാണ് 3-ാമത്തെ 10-ാം വാക്യത്തിൽ വരുമ്പോൾ ദൈവത്തിന്റെ വിസ്ഡം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ജ്ഞാനികളാകണം, ബി വൈസ്, ബി വൈസ് എന്ന് പറഞ്ഞ് ജ്ഞാനത്തിൽ നടക്കണം, അതാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതാണ് ആ ചിന്തകളിൽ നാം മുന്നോട്ട് പോകുകയാണ്. പക്ഷെ അത് നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടിക്കൽ ആകണമെങ്കിൽ ദൈവത്തിന്റെ വിസ്ഡം നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിന്റെ ജ്ഞാനം, ദൈവത്തിന്റെ ആ
പദ്ധതി. 3-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നത് ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം, ദ മാനിഫോൾഡ് വിസ്ഡം ഓഫ് ഗോഡ്, മൾട്ടിഫാസറ്റഡ്, പല ആംഗിളുകളുള്ള. ഒരു ഡയമണ്ട് എടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു വജ്രം, അല്ലെങ്കിൽ ഒരു പ്രഷ്യസ് സ്റ്റോൺ എടുക്കുമ്പോൾ ഒരു കാലിഡോസ്കോപ്പിൽ നോക്കുന്നത് പോലെ പല ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ അതിന്റെ ഭംഗി വർദ്ധിച്ചു വരുന്നത് പോലെ ബഹുവിധമായ, മൾട്ടിഫാസറ്റഡ്, പല അർത്ഥതലങ്ങളുള്ള ദൈവത്തിന്റെ ജ്ഞാനം ദൈവം വെളിപ്പെടുത്തുന്നത് സൃഷ്ടിക്കും, വാഴ്ചകൾക്കും, അധികാരങ്ങൾക്കും, ഈ മുഴു പ്രപഞ്ചത്തിനും ദൈവം അവിടുത്തെ ജ്ഞാനം വെളിപ്പെടുത്തുന്നത് അവിടുത്തെ ചർച്ചിൽ കൂടിയാണ്. ഇന്ന് ചർച്ച് വേണ്ട, അല്ലെങ്കിൽ ഞാനും ദൈവമായിട്ടും ഞങ്ങൾ ഭയങ്കര ബന്ധമാണ്, എനിക്ക് ആരെയും ബോധ്യപ്പെടുത്തണ്ട, ഞാനും ദൈവവും ഭയങ്കര നിങ്ങൾ ചിന്തിക്കുന്ന ആളൊന്നുമല്ല, ഞാൻ വലിയ കൂടിയ ആത്മീയനാണ് എന്ന് പറഞ്ഞ് ഒരു സഭാരഹിത ഇൻഡിവിജ്വൽ സ്പിരിച്വാലിറ്റി, അല്ലെ? ചിലരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ വേറൊരു എൻ്റെ ഭാര്യയ്ക്ക് പോലും അറിയാത്ത, എൻ്റെ ഭർത്താവിന് പോലും അറിയാത്ത വേറൊരു മണ്ഡലത്തിലാണ് ഞാൻ. അങ്ങനെ ഒരു മണ്ഡലമൊന്നുമില്ല. ദൈവം വിഭാവന ചെയ്യുന്ന ട്രൂ സ്പിരിച്വാലിറ്റി അങ്ങനെ ഒരു മണ്ഡലത്തിലുണ്ടെങ്കിൽ ഇറങ്ങി വരണം. അത് നോർമൽ അല്ല. ഇന്ന് വലിയ മണ്ഡലങ്ങളും പോർട്ടലും ഒക്കെ തുറക്കുന്ന കാലങ്ങളാണ്. ദൈവം വിഭാവന ചെയ്യുന്ന സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിറ്റിയിലാണ്. അതാണ് ആദ്യത്തെ 3 അധ്യായത്തിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആത്മീയ പദവികൾ. ദൈവം എന്ത് ചെയ്തു? പാപത്തിൽ മരിച്ചുപോയ എന്നെ വിടുവിച്ചു. പാപത്തിന്റെ അഗാധ കൂപത്തിൽ എടുത്ത് എന്നെ സ്വർഗീയ സ്ഥലത്തിരുത്തി. അതാണ് ഒരു ഭക്തൻ ഇങ്ങനെയാ പറയുന്നത്, എഫെസ്യ ലേഖനത്തിലെ 3 പൊസിഷൻസ്. ആദ്യം ഇരുത്തി, പിന്നെ 4-ാം അധ്യായം മുതൽ നടത്തുകയാണ്. സിറ്റിംഗ്, വാക്കിംഗ്. 6-ാം അധ്യായം 10 വരുമ്പോഴത്തേക്ക് സ്റ്റാൻഡ്. കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെട്ട് ശത്രുവിനോട് എതിർത്ത് നിൽക്കുക. സിറ്റ്, വാക്ക്, സ്റ്റാൻഡ്. ആദ്യം പാപത്തിന്റെ അടിത്തട്ടി കിടന്നവനെ ഇപ്പോൾ ഇരുത്തിയിരിക്കുക. എവിടെ ഇരുത്തിയിരിക്കുക? ക്രിസ്തുവിന്റെ കൂടെ സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുക. അത് നമ്മുടെ പദവിയാണ്. സഭയുടെ ഭാഗമാക്കി നമ്മളെ തീർത്തു. ഒരു പുതിയ കമ്മ്യൂണിറ്റിയെ കർത്താവ് ഉണ്ടാക്കി. ദൈവം ചെയ്യാനുള്ളത് ചെയ്തു. 3 അധ്യായങ്ങളിൽ ദൈവം എന്ത് ചെയ്തു എന്ന് കഴിഞ്ഞിട്ട് 4-ന്റെ 1 വരുമ്പോൾ അതുകൊണ്ട് therefore എന്ത് ചെയ്യണം? എഫെസ്യരിലെ 4-ാം അധ്യായം 1-ാം വാക്യം ഒന്ന് വായിച്ചേ. എഫെസ്യർ 4-ന്റെ 1. therefore കർത്തൃസേവ നിമിത്തം വായിച്ചു. തടവുകാരനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാം വിധം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിന്റെ ഐക്യം സമാധാന ബന്ധത്തിൽ കാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുവിൻ. അവിടെ ഉള്ള ഒരു കാര്യം ഞാൻ എടുത്തു പറയുന്നില്ല, ഒറ്റ വാക്ക് മാത്രം ഞാൻ കാണിക്കുക. അതുകൊണ്ട് നിങ്ങളെ വിളിച്ച വിളിക്കനുസരിച്ച് നടക്കണം. ദൈവം നിങ്ങളെ വിടുവിച്ചു. ദൈവം നിങ്ങളെ സഭയുടെ ഭാഗമാക്കി തീർത്തു. ദൈവം അവിടുത്തെ ജ്ഞാനം വെളിപ്പെടുത്തുന്നത് ഈ സഭയിൽ കൂടിയാണ്. ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം. ആ ജ്ഞാനം വെളിപ്പെടുത്തുന്ന ഈ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാക്കി ദൈവം നിങ്ങളെ മാറ്റി. പാപത്തിന്റെ അടിത്തട്ടി കിടന്ന് നിങ്ങളെ സ്വർഗത്തിൽ ഇരുത്തി. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? ആ ഉന്നത വിളി, ആ മഹത്വമുള്ള വിളിക്കനുസരിച്ച് നിങ്ങൾ നടക്കണം. ആ നടപ്പിലേക്കാണ് നമ്മൾ ഇന്ന് രാത്രിയിൽ വരുന്നത്. പെരിപ്പാറ്റിയോ, നടപ്പ്. ക്രിസ്തീയ ജീവിതത്തിന്റെ നടപ്പ് എന്ന് പറഞ്ഞാൽ റോഡിൽ കൂടി നടക്കുന്നതോ നമ്മുടെ ഫിസിക്കൽ വാക്കിങ്ങോ അല്ല, നമ്മുടെ ജീവിതചര്യ എങ്ങനായിരിക്കണം. വാട്ട് ഷുഡ് ബി യുവർ ലൈഫ് സ്റ്റൈൽ. ഇപ്പൊ എന്നെ കേൾക്കുന്ന യങ്സ്റ്റേഴ്സ് എല്ലാവരും മനസ്സിലാക്കണം, നമ്മുടെ മേലുള്ള ദൈവത്തിന്റെ വിളി ഈ കണ്ണിൽ കാണുന്ന ലോകത്തിൽ ഒതുങ്ങുന്നതല്ല. കണ്ണിൽ കാണുന്ന ലോകത്തിൽ ആകർഷണീയമായ പലതുമുണ്ട്. നമ്മുടെ ശ്രദ്ധയെ പിടിച്ചു ഭരിക്കുന്ന പലതുമുണ്ട്. നമ്മുടെ മനസ്സുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും ടഗ് ഓഫ് വോർ പോലെ പിടിച്ചു മുറുക്കുന്ന പല കാര്യങ്ങളും കണ്ടേക്കാം. പക്ഷെ ദൈവത്തിന്റെ ആ പർപ്പസ് എന്ന് പറയുന്നത് കണ്ണിൽ കാണുന്ന ലോകത്തെക്കാൾ വലുതാണ് ഈ പ്രപഞ്ചം. ഈ പ്രപഞ്ചത്തെക്കാൾ വലുതാണ് ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം. ആ ജ്ഞാനത്തിന്റെ
പ്രദർശനമാണ് ദൈവം അവിടുത്തെ സഭയിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ അൾട്ടിമേറ്റ് പ്ലാൻ എന്താ? സ്വർഗവും ഭൂമിയും ഒന്നാകണം. അതിന്റെ പ്രോട്ടോടൈപ്പാണ് നമ്മളെ ദൈവം വ്യത്യസ്ത സ്വഭാവങ്ങളുള്ള, വ്യത്യസ്ത കുടുംബത്തിൽ നിന്ന് വന്ന, വ്യത്യസ്ത ബാക്ക്ഗ്രൗണ്ടുള്ള നമ്മളെ ഒരു സഭയിൽ, ഒരു കമ്മ്യൂണിറ്റിയിലാക്കിയിരിക്കുക. അതുകൊണ്ടാണ് അന്യോന്യം ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാക്കുവാൻ, അന്യോന്യം സ്നേഹിപ്പാൻ, അന്യോന്യം താഴും. എന്താ? സ്വർഗവും ഭൂമിയും ഒന്നാകുന്നതിന് മുൻപ് ആദ്യം ഒന്നാകേണ്ടത് നമ്മളാണ്. ആദ്യം നമ്മൾ ഒറ്റക്കെട്ടായി ഒരു നടപ്പ് നമ്മളിൽ കൂടി വെളിപ്പെടണം. 4-ാം അധ്യായം 5-ാം അധ്യായമൊക്കെ ആ നടപ്പാണ്. ആ നടപ്പിനെ കുറിച്ച് പൗലോസ് പറയുകയാണ്. ക്രിസ്തീയ നടപ്പിന്റെ വ്യത്യസ്ത വശങ്ങളാണ് നമ്മൾ കാണുന്നത്. ആ നടപ്പ് ജസ്റ്റ് ഞാൻ ഓരോന്ന് തൊട്ട് പറഞ്ഞ് നമ്മുടെ 5-ാം അധ്യായത്തിലേക്ക് ഞാൻ മുന്നോട്ട് വരികയാണ്. ഈ നടപ്പ് 4-ാം അധ്യായം പ്രാരംഭത്തിൽ നമ്മളെ വിളിച്ച വിളിക്ക് അനുസരിച്ച് നടക്കണം. 4:17 പറയുന്നത് ജാതികളുടെ നടപ്പ് പോലെ അരുത്. ഒന്നാമത് നമ്മൾ കാണുന്നത് 4-ാം വാക്യത്തിൽ ദൈവം നമ്മളെ വിളിച്ചു. വലിയൊരു വിളിയാ, വലിയൊരു പദ്ധതിയാ. നമ്മളിൽ കൂടി, സഭയിൽ കൂടി ദൈവം അവിടുത്തെ ജ്ഞാനം വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് താഴ്മയിൽ, കൂട്ടായ്മയിൽ, ഐക്യതയിൽ നടക്കണം. പല ചെറുപ്പക്കാരോട് പറയും, ഇങ്ങനൊക്കെ ദൈവവചനത്തിൽ ഉണ്ടെങ്കിലും ഞങ്ങൾ പോകുന്ന ചർച്ചിലൊന്നും ഈ പറയുന്ന ഐക്യതയോ സ്നേഹമോ ഈ പ്രസംഗത്തിൽ കാണുന്ന ഒന്നും ഞങ്ങൾ കാണാറില്ലെന്ന് കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരനോട് വളരെ ദുഃഖത്തോട് പറഞ്ഞു. അപ്പൊ നമ്മുടെ സഭയിൽ കൂടി വെളിപ്പെടേണ്ട നടപ്പെന്ന് പറയുന്നത് ഐക്യതയിലെ നടപ്പാണ്. എന്നിട്ട് 4:17 വരുമ്പോ പറയുന്നത് ജാതികൾ നടക്കുന്നത് പോലെ നടക്കരുത്. ഡോണ്ട് വാക്ക് ലൈക്ക് ദി ജെന്റൈൽസ്. ഈ ലോകത്തിലെ മനുഷ്യർ നടക്കുന്ന ഒരു നടപ്പുണ്ട്. ആ നടപ്പ് എങ്ങനെയുള്ള നടപ്പാന്ന് മനസ്സിലാക്കണമെങ്കിൽ ബുദ്ധിയുള്ള നടപ്പിലേക്ക്, വാക്കിംഗ് വൈസ്ലി എന്ന വിഷയമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു വരുന്നത്. അപ്പോ ഈ ലോകത്തിന്റെ ഒരു നടപ്പുണ്ട്. 5:15 നമ്മുടെ കുറിവാക്യം പറഞ്ഞത് സൂക്ഷ്മതയുള്ളവരാകണം. എന്നിട്ട് ബുദ്ധിഹീനരായിട്ടല്ല, ബുദ്ധിയുള്ളവരായിട്ട് നടക്കണം. ഡു നോട്ട് വാക്ക് അൺവൈസ്ലി, ഡു നോട്ട് വാക്ക് ഇൻ എ ഫൂളിഷ് മാനർ. അല്ലെ, അതല്ലേ പറയുന്നത് 5:15 പറയുന്നത്? ആകയാൽ സൂക്ഷ്മതയോടെ അജ്ഞാനികളായിട്ടല്ല. അജ്ഞാനികളുടെ നടപ്പ് ഞാൻ ഒന്ന് നിങ്ങളെ കാണിക്കാം. അജ്ഞാനികളുടെ നടപ്പാണ് 4:17 പൗലോസ് പറയുകയാണ്. അജ്ഞാനികളുടെ നടപ്പാണ് ജാതികളുടെ നടപ്പ്. അവർക്ക് പണമുണ്ടായിരിക്കാം, അവർക്ക് സ്വാധീനം ഉണ്ടായിരിക്കാം, അവർക്ക് ഈ ഭൂമിയിൽ അംഗീകാരം ഉണ്ടായിരിക്കാം, അവർ വലിയ മിടുക്കന്മാരായിരിക്കാം. അല്ലെ, നമ്മൾ ചില ലോക മനുഷ്യരെ കണ്ടിട്ട് പറയും, അവന് ദൈവമൊന്നും ഇല്ലെങ്കിലും അവന് എന്താ, അവൻ മിടുക്കനാണ്. അല്ലെ, ചിലരെ നോക്കി നമ്മൾ പറയും, അവൻ വലിയ ഗുണമൊന്നുമില്ല, പക്ഷെ എവിടെ എന്താ വീണ് കിടന്നാലും 4 കാലം നിൽക്കാൻ അറിയും എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാർക്ക് അത് പെട്ടെന്ന് മനസ്സിലാകത്തില്ല. പറഞ്ഞ അവര് പറയുന്നത് എന്ത് കാട്ടിക്കൂട്ടിയാലും കുഴപ്പമില്ല, ആള് മിടുക്കൻ, അവൻ അവന്റെ കാര്യം സാധിപ്പിക്കും. അതാണ് ജാതികൻ. ലോക മനുഷ്യൻ നോക്കുമ്പോൾ മിടുക്കനാണ്, ബടാ ചതുർ ഹെ, ഭയങ്കര ബുദ്ധിമാനാ, ഭയങ്കര കാര്യം, അവൻ സ്വന്തം കാര്യം നേടിയിരിക്കും. ആരുടെ പുതികാല് വെട്ടിയാണെങ്കിലും ആരെയൊക്കെ താഴെ ഇട്ടാണെങ്കിലും അവൻ അവന്റെ കാര്യം നേടിയിരിക്കും. അവൻ നടക്കുന്ന ഒരു നടപ്പുണ്ട്. അതാണ് 4:17 പറയുന്നത്, ജാതികൾ നടക്കുന്നത് പോലെ നിങ്ങൾ നടക്കരുത്. അതെന്തൊരു നടപ്പാ? അത് രക്ഷിക്കപ്പെടുന്നതിന് മുൻപുള്ള ഒരു നടപ്പാണ്. രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് നമ്മൾ എല്ലാവരും അങ്ങനെ നടന്നത്. എന്നെ കേൾക്കുന്ന നിങ്ങളിൽ രക്ഷിക്കപ്പെടാത്തവരുണ്ടെങ്കിൽ, രക്ഷിക്കപ്പെടാത്ത ദൈവവുമായിട്ട് ബന്ധമില്ലാത്തവരുടെ നടപ്പാണ് ജാതികളുടെ നടപ്പ്. അത് ലോക പ്രകാരം നോക്കുമ്പോൾ, ഭൗതിക കണ്ണുകൾ കൂടി നോക്കുമ്പോൾ വലിയ പ്രശ്നം തോന്നത്തില്ല. അത് മിടുക്കായിട്ടും അത് എന്താ കയ്യൂക്കായിട്ടൊക്കെ തോന്നും, അത് സ്മാർട്ട്നെസ് ആയിട്ട് തോന്നും. പക്ഷേ ദൈവം നോക്കുമ്പോൾ അത്
അജ്ഞാനിയുടെ നടപ്പ്. അത് ഫൂളിഷ് വാക്ക്. അത് മനസ്സിലാകണമെങ്കിൽ ഈ 2-ാം അധ്യായം 2-ാം വാക്യം, എഫെസ്യർ 2-ാം അധ്യായം 2-ാം വാക്യം നോക്കിയേ. അവിടെ എന്താ പറയുന്നത്? നമ്മുടെ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു. എന്നിട്ട് നമ്മൾ എങ്ങനെയായിരുന്നു? നമ്മുടെ പൂർവസ്ഥിതി എന്തായിരുന്നു? ഒന്ന് വായിച്ചേ. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്ന് അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്ന് ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാ കോപത്തിന്റെ മക്കളായിരുന്നു. നമുക്ക് 2 വട്ടം നടപ്പെന്ന വാക്കുണ്ട്. നമ്മളിപ്പോൾ ബുദ്ധിയുള്ള നടപ്പ്, ബി വൈസ്, വാക്ക് വൈസ്ലി. ഫുളിഷ് വാക്ക് എന്തുവാ? അജ്ഞാനിയായി, ബുദ്ധിയില്ലാത്ത, ബുദ്ധിഹീനന്റെ, ഒരു മണ്ടൻ, ഒരു ഫൂളിഷ്. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ബുദ്ധികേടിന്റെ നടപ്പേതാ? അജ്ഞാനിയുടെ നടപ്പേതാ? ഇതാ. ബിഫോർ വി എക്സ്പീരിയൻസ് ദ ഗോസ്പൽ, ബിഫോർ വി എൻകൗണ്ടർ ദ ഗോസ്പൽ ആൻഡ് ലവ് ഓഫ് ജീസസ്, ദിസ് വാസ് our കണ്ടീഷൻ. നമ്മളൊരു പെന്തക്കോസ് കുടുംബത്തിലായിരിക്കും ജനിച്ചത്. പെന്തക്കോസ് കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് നമ്മൾ ദൈവമക്കളാകത്തില്ല. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, യൗവനക്കാരോട് പ്രത്യേകം പറയുന്ന കാര്യമുണ്ട്, ദൈവത്തിന് മക്കളേ ഉള്ളൂ, കൊച്ചുമക്കളില്ല. എൻ്റെ ഫാദർ, നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും, ചച്ചകോളിലെ ഒരു പാസ്റ്ററാണ്. 30 വർഷത്തിലധികമായി 30-35 വർഷത്തിലധികമായി കർത്താവിന്റെ വേലയിൽ ഉള്ള അനുഗ്രഹീതനായ ഒരു ദേവദാസനാണ്. പക്ഷെ എൻ്റെ പിതാവ് കർത്താവിനെ നേരിട്ട് അറിയുന്നത് കൊണ്ട് എനിക്ക് കർത്താവുമായിട്ട് ഒരു കെയർ ഓഫിലുള്ള ബന്ധമില്ല. വ്യക്തിപരമായ യേശുവിനെ, കർത്താവിന്റെ ക്രൂശിലെ സാധ്യത ഞാൻ ഏറ്റെടുക്കാത്തിടത്തോളം കാലം കർത്താവുമായിട്ട് എനിക്ക് ബന്ധമില്ല. ഞാൻ അജ്ഞാനിയായി നടക്കുകയാണ്. ഞാൻ റോങ് ഡയറക്ഷനിൽ നടക്കുകയാണ്. ആ നടപ്പാണ് എഫെസ്യർ 2:2-3 നമ്മൾ വായിച്ചത്. വളരെ ഹെവി ആയിട്ടുള്ള ചില പ്രയോഗങ്ങളാണ്. അത് ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പക്ഷെ ഒന്ന് നോക്കി, അവിടെ എന്താ പറയുന്നത്? ഈ ലോകത്തിന്റെ കാലഗതിക്കനുസരിച്ച്. ഇതാണ് ജാതികളുടെ നടപ്പ്. ഈ ലോകത്തിനൊരു കാലഗതിയുണ്ട്. There is a pattern in this world. ഈ ലോകത്തിന്റെ കാലഗതി എന്ന് പറയുമ്പോൾ എന്റെ മുൻപിലുള്ള ഇംഗ്ലീഷ് തർജ്ജമ പറയുന്നത് the ways of this world. ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്. ഈ ലോകത്തിന്റെ മേൽ അധികാരം ചെലുത്തുന്ന ഒരു പ്രത്യേക ഒരു വേൾഡ് സിസ്റ്റം. അതാണ് കർത്താവ് ദൈവജനം വളരെ ക്ലിയർ ആയിട്ട് പറയുന്നത്, ഡു നോട്ട് ലവ് ദ വേൾഡ്. ഈ ലോകത്തെ എന്ത് ചെയ്യരുത്? ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാണ്. പക്ഷെ യോഹന്നാൻ 3:16 പറയുന്നത് ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചെന്ന. ഇത് രണ്ടും എങ്ങനെ ചേരുന്നത്? യോഹന്നാൻ 3:16 പറയുന്നത് ലോകം മനുഷ്യരാണ്. ലോകത്തിലുള്ള മനുഷ്യരെ ദൈവം സ്നേഹിച്ചു. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം God so loved the world. That is the people of the world. അത് ലോകത്തിന് മറ്റൊരു അർത്ഥമുണ്ട്, പ്രപഞ്ചം, the nature. അതിനും പ്രശ്നമൊന്നുമില്ല. ആ ലോകത്തെ കുറിച്ചല്ല 1 യോഹന്നാൻ 2 പറയുന്നത്. അവിടെ പറയുന്ന ലോകം, do not love the world. ലോകത്തെ സ്നേഹിക്കുന്നവരിൽ പിതാവിന്റെ സ്നേഹമില്ലെന്ന് പറയുമ്പോൾ that is the world system. ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അതാണ് എഫെസ്യർ 2:2 പറയുന്നത്. ഈ ലോകത്തിന്റെ കാലഗതിക്കനുസരിച്ച് ഈ ലോകത്തെ ഓടിക്കുന്ന ഒരു പൈശാചിക സിസ്റ്റം ഉണ്ട്. അനുസരണക്കേടിന്റെ മക്കളിൽ വ്യാപരിക്കുന്ന ഒരു സിസ്റ്റം. അതാണ് ആകാശത്തിന്റെ ശക്തി, the kingdom of the air. ഈ പൈശാചിക മണ്ഡലം ഈ ഭൂമിയുടെ മീതെ, ഈ ഭൂമിയെ തകർക്കുവാൻ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന ഒരു പൈശാചിക മണ്ഡലമുണ്ട്. There is a demonic kingdom. If there is a God, there is the arch nemesis, the devil at work. ദൈവം പ്രവർത്തിക്കുന്നത് പോലെ തന്നെ ദൈവജനത്തെയും ദൈവിക പദ്ധതികളെയും തകിടം മറിക്കുവാൻ പിശാചിന്റെ ദൂതന്മാർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക.
അതിൽ ബൈബിളിന് മറ്റൊരു ആശയമല്ല. ചിലരതിനെ വളരെ എക്സ്ട്രീം ആക്കും. പിന്നെ എന്താ, ഇംഗ്ലീഷിൽ പറയും ഡെവിൾ അണ്ടർ എവറി കപ്പ് ആൻഡ് സോസർ. എല്ലാം പിശാച, തൊടുന്നതെല്ലാം പോരാട്ടം. അതല്ല ഞാൻ പറഞ്ഞു വരുന്നത്. എന്ന് പറഞ്ഞാൽ പിന്നെ പിന്നെ ഈ അവിടെ അത്ര ഇല്ല, നാട്ടുപുറത്തൊക്കെ പിന്നെന്താ, അവിടെ കുഴിച്ചിട്ടിട്ടുണ്ട്, ഇവിടെ കുഴിച്ചിട്ടിട്ടുണ്ട്, പിന്നെ അതൊക്കെ പൊക്കിയെടുക്കാൻ നടക്കുക ചിലർ. അവരുടെ പിന്നെ ഒബ്സഷൻ അതാ, ആരെങ്കിലും ഒക്കെ വിളിച്ച് എന്തെങ്കിലുമൊക്കെ കെട്ടുകൾ പൊട്ടിക്കുക. ഇവിടെ അതല്ല ഞാൻ പറയുന്നത്. ഇവിടെ പറയുന്നത് ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന പൈശാചിക ശക്തി ലോകത്തെ നിയന്ത്രിക്കുന്നത് ഒരു സിസ്റ്റത്തിൽ കൂടിയാണ്. ആ സിസ്റ്റം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സിസ്റ്റത്തിന് നേരെ വിപരീതമാണ്. ആ സിസ്റ്റം നമ്മളെ കയറി പിടിച്ചാൽ നമ്മുടെ നടപ്പ് അജ്ഞതയുള്ള നടപ്പായി മാറും. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ജാതികൾ നടക്കുന്നത് പോലെ നടക്കരുത്. അവരെ നിയന്ത്രിക്കുന്നത് ഒരു സിസ്റ്റമാണ്. അപ്പൊ ആ നടപ്പിന്റെ ഒരു ഭാഗം നമ്മൾ വളരെ എംഫസിസ് ചെയ്യും. പ്രത്യേകിച്ച് യവനക്കാരുടെ അടുത്ത് മിക്ക യൂത്ത് മീറ്റിംഗിൽ നമ്മൾ എംഫസിസ് ചെയ്ത് പറയുന്ന കാര്യമുണ്ട്, ലോകക്കാര് ഡ്രസ് ചെയ്യുന്നത് പോലെ ഡ്രസ് ചെയ്യരുത്, അവരുടെ ഫാഷൻ നമുക്ക് പാടില്ല. പുറമേ ഉള്ള ലോകത്തിന്റെ സിസ്റ്റങ്ങളെ ദൈവദാസന്മാരായി ഞങ്ങൾ പലപ്പോഴും കട്ട് ചെയ്ത് പറയാറുണ്ട്. തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല, അത് സത്യമാണ്. ലോകത്തിന്റെ സിസ്റ്റമാണ് അവരുടെ എല്ലാ കാര്യത്തെയും, ഡ്രസ്സിങ് മാത്രമല്ല, അവരുടെ എല്ലാ കാര്യത്തെയും നിയന്ത്രിക്കുന്നത് ഒരു വേൾഡ് സിസ്റ്റമാണ്. പക്ഷെ ഞാൻ പറയട്ടെ, വേൾഡ് സിസ്റ്റം ഉടുപ്പിന്റെ കളർ മാത്രമല്ല. ഉടുപ്പിന്റെ കളറിൽ നല്ല വെള്ളയൊക്കെ ഇട്ട് ചർച്ചിൽ പോകുന്ന നല്ല കാര്യമാണ്. പക്ഷെ ഉടുപ്പിന്റെ കളർ വെള്ളയാക്കിയത് കൊണ്ട് വേൾഡ് സിസ്റ്റം മാറണമെന്നില്ല. വേൾഡ് സിസ്റ്റം നമ്മുടെ ചിന്തകളെയാണ് കയറി പിടിക്കുന്നത്. വേൾഡ് സിസ്റ്റം ഒരു ആഭരണമല്ല ഊരി, ഗുഡ്, അത് ദൈവ കർത്താവിനുള്ള സമർപ്പണമാണ്. പക്ഷെ അത് ഊരിയത് കൊണ്ട് വേൾഡ് സിസ്റ്റം ഉള്ളിൽ നിന്ന് പോകണമെന്നില്ല. വേൾഡ് സിസ്റ്റം പോകണമെങ്കിൽ വേൾഡ് ചിന്തിക്കുന്ന ഒരു രീതിയുണ്ട്, വേൾഡ് പെരുമാറുന്ന ഒരു രീതിയുണ്ട്. ലോക മനുഷ്യനിൽ വ്യാപരിക്കുന്ന ഈ കാലഗതി, ഈ ലോകത്തിന്റെ സിസ്റ്റം അവനെ പ്രവർത്തിപ്പിക്കുന്ന, അവനെ ചിന്തിപ്പിക്കുന്ന ഒരു വഴിത്താരയുണ്ട്. അവന്റെ ലക്ഷ്യം നോക്കിയാൽ അറിയാം. അവന്റെ ആഗ്രഹവും ലക്ഷ്യവുമെല്ലാം ഈ ലോകത്തിൽ എന്തോ ആയിത്തീരണം, ഈ ലോകത്തിൽ എന്തൊക്കെ വെട്ടിപ്പിടിക്കണം, ഈ ലോകത്തിൽ അവന് ഒരു സൂപ്പർ സ്റ്റാർ ആകണം, ഒരു സെലിബ്രിറ്റി ആകണം, അല്ലേ? ലോകത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് വേണം. എന്റെ ഫോട്ടോയിൽ അല്ലെ, ഒരു ഫോട്ടോ ഇട്ടാൽ എത്ര ലൈക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ 400 ലൈക്ക് ഒന്നും കിട്ടത്തില്ല. പക്ഷെ 40 ലൈക്കേ ഉള്ളെങ്കിലും നമ്മൾ 400 വട്ടം നോക്കും എത്ര ലൈക്ക് വീണിട്ടുണ്ട്. കാരണം ഈ ലോകത്തിന്റെ സിസ്റ്റമാണ് എന്നോട് എല്ലാവരും പറ്റുമാനം കാണിക്കണം. പീപ്പിൾ മസ്റ്റ് പ്രൈസ് മീ, പീപ്പിൾ മസ്റ്റ് അഡോർ മീ, പീപ്പിൾ മസ്റ്റ് അക്സെപ്റ്റ് മീ, പീപ്പിൾ മസ്റ്റ് ഗിവ് മീ ദ തംസ് അപ്പ്. കാരണം ഈ ലോകം ചിന്തിക്കുന്നതാണ് ഞാൻ ഒരു സംഭവമാകണം, എന്നെ വലുതാക്കണം. അതാണ് ലോകത്തിന്റെ സിസ്റ്റം, അതാണ് ജാതികളുടെ നടപ്പ്. അവന്റെ ജീവിതത്തിന്റെ ആകെ ലക്ഷ്യം കുറെ പണം ഉണ്ടാക്കണം, പിള്ളേരെ എല്ലാം സെറ്റിൽ ചെയ്യണം. ഈ ലോകത്തിൽ നമ്മുടെ നാടൻ ഭാഷ താപ്പാനയാകണം. ഞാൻ പറഞ്ഞു വരുമ്പോൾ തന്നെ അറിയാം, നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ഉപവസിക്കുന്നുണ്ട്, നമ്മൾ ലോകം വേണ്ട, ഒന്നും വേണ്ട, അല്ലെങ്കിൽ ഞങ്ങൾ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിൽ നിന്നൊക്കെ വന്നെന്ന് വലിയവായിൽ പറയുന്നുണ്ടെങ്കിലും നമ്മുടെ ഉള്ളിൽ ഓടുന്ന ഈ OS എന്ന് പറഞ്ഞാൽ പിള്ളേർക്ക് മനസ്സിലാകും, ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ലോകത്തിന്റെ അതേ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. കാരണം ലോകക്കാർ ആഗ്രഹിക്കുന്നതും കൊതിക്കുന്നതും ലോകക്കാർ ലക്ഷ്യമിട്ട് ഓടുന്നതുമായ കാര്യങ്ങൾ തന്നെയാണ് നമ്മളും ലക്ഷ്യമിട്ട് ഓടുന്നത്. ദാറ്റ് നീഡ്സ് ടു ചേഞ്ച്. ശരിക്കും നമ്മൾ അജ്ഞാനികളല്ല, ജ്ഞാനികളായി നടക്കുവാണെന്ന് പറയുമ്പോൾ നടക്കേണ്ട കാര്യം ജാതികളുടെ സിസ്റ്റം വിടണം. അവരുടെ ദൈവം അവർ ഈ ഭൂമിയിലുള്ളവർ ചിന്തിക്കുന്നു. ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു. എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഏറ്റവും ലജ്ജാകരമായ കാര്യങ്ങളാണ് ഇന്ന് അതിൽ മാനം തോന്നുക. ഒരു ഉദാഹരണം പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോകാം, യവനക്കാർക്കൊക്കെ മനസ്സിലാകും. ഒരു 10-15 വർഷം മുമ്പ് ഞാനൊക്കെ കോളേജിൽ സ്കൂളിലൊക്കെ പഠിച്ചപ്പോൾ ഒരാളെ കളിയാക്കിയാണ് ഞാൻ വിളിച്ചിട്ടില്ല, പക്ഷെ ഈ കുട്ടികളൊക്കെ കളിയാക്കി വിളിക്കും. അവൻ ഒരു ഗേ ആയിരിക്കാം, അല്ലെ കളിയാക്കി വിളിക്കുകയോ.
ഇന്ന് ഗേ എന്ന് പറഞ്ഞ പ്രൈഡാ. ഇന്ന് സ്വർഗരതി ഒരു നിഗളമായ അഭിമാനമായി മാറി. ബൈബിൾ വെച്ചിരിക്കുന്ന പ്രമാണം, എന്റെ വിഷയം അതല്ല, ബൈബിൾ വെച്ചിരിക്കുന്ന ദൈവത്തിന്റെ ജ്ഞാനം ഒരു പുരുഷൻ ഒരു സ്ത്രീ എന്നാണ്. പുരുഷന് പുരുഷനെന്നും സ്ത്രീക്ക് സ്ത്രീ എന്നും പറഞ്ഞ് ലൈംഗിക ബൈബിൾ നിയമങ്ങളെ കാറ്റിൽ പറത്തി അതിൽ പ്രൈഡ്, അല്ലെ, പ്രൈഡ് വാക്ക്, പ്രൈഡ് മന്ത്, കമ്പനികളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് അറിയാം. പ്രൈഡ് മന്ത് എന്താ? ലജ്ജയായതിൽ മാനം തോന്നുകയാണ്. ദൈവം നിഷിദ്ധമാക്കിയതിൽ, ദൈവം തെറ്റെന്ന് പറഞ്ഞതിനെ ശരിവെക്കുന്ന ഒരു കൾച്ചറാ നമ്മുടെ ചുറ്റുമുള്ള ലോകത്തിന്റെ സിസ്റ്റം. ഈ ലോകം വലിയതായി കാണുന്നതിനെ നമ്മൾ വലിയതായി കാണുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ നമ്മളും ഈ ലോക സിസ്റ്റത്തിലായി. അതാണ് ജാതികൾ നടക്കുന്നത് പോലെ നിങ്ങൾ നടക്കരുത്. 5-ാം അധ്യായത്തിൽ വരുമ്പോൾ 3 നടപ്പുകളാണ് കാണുന്നത്. അതൊന്നും ഞാനിപ്പോൾ എടുത്തു പറയും. 3-ാമത്തെ നടപ്പാണ്, 5-ാം അധ്യായത്തിലെ 3-ാമത്തെ നടപ്പാണ് നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം. 5-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നത് സ്നേഹത്തിൽ നടപ്പീൻ എന്ന് പറഞ്ഞാൽ പക വെച്ചുകൊണ്ട്, കയ്പ് വെച്ചുകൊണ്ട് സഹോദരനെ അംഗീകരിക്കാൻ കഴിയാത്ത ഒരവസ്ഥയല്ല, അന്യോന്യം ക്ഷമിച്ച് സ്നേഹത്തിൽ. 4-ാം അധ്യായ അവസാനമൊക്കെ പറയുന്നത് പിശാചിന് ഇടം കൊടുക്കരുത്. എന്തെങ്കിലും കയ്പോ വിദ്വേഷമോ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ നിരപ്പ് പ്രാപിക്കുക, സ്നേഹത്തിൽ നടക്കുക. എന്നിട്ട് 5-ാം അധ്യായം 8-ാം വാക്യം പറയുന്നത് വെളിച്ചത്തിൽ നടക്കണം, വെളിച്ചത്തിൽ നടക്കണം. 5-ാം അധ്യായം 8-ാം വാക്യം ഒന്ന് വായിച്ച്. എന്നിട്ട് ജ്ഞാനികളായി നടക്കുന്ന വിഷയത്തെ വളരെ ഫോക്കസായി, നമ്മുടെ സന്ദേശത്തിന്റെ ഏറ്റവും പ്രധാന ഭാഗങ്ങൾ, ഇതുവരെ പറഞ്ഞതൊക്കെ വളരെ പ്രധാനമാണെങ്കിലും ഇതുവരെ പറഞ്ഞതിന്റെ നമ്മൾ ധ്യാനിക്കുന്ന വാക്യത്തിന്റെ യഥാർത്ഥ ആഴത്തിലേക്ക് നമ്മൾ ഒന്നിറങ്ങി ചിന്തിക്കാൻ പോകുകയാണ്. 5-ാം അധ്യായം 8-ാം വാക്യം വായിച്ചാൽ മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിന്റെ വെളിച്ചമാകുന്നു. കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവിൻ. സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിന്റെ ഫലം. വളരെ ശ്രദ്ധിക്കണേ. പലപ്പോഴും നമ്മൾ പറയും, ബൈബിളിൽ പലയിടങ്ങളിൽ പറയുന്നുണ്ട്, നമ്മൾ ഇരുട്ടിലായിരുന്നു, അന്ധകാരത്തിൽ നിന്ന കർത്താവ് നമ്മളെ വിളിച്ചു. നമുക്ക് എല്ലാവർക്കും അറിയാം, മുൻപ് ഇരുട്ടല്ലായിരുന്നു, ഇപ്പൊ നമ്മൾ വെളിച്ചത്തിൽ വന്നു. പക്ഷെ എഫേസ്യർ 5:8 വളരെ വ്യത്യസ്തമാണ്. ബൈബിളിലുള്ള മറ്റൊരു വാക്യത്തിലും കാണാത്തൊരു സത്യം ഇവിടെ ഉണ്ട്. മുൻപേ നമ്മൾ ഇരുട്ടിലായിരുന്നെന്നല്ല, മുൻപേ നിങ്ങൾ ഇരുളായിരുന്നു. വലിയ വ്യത്യാസമാണ്. യു ആർ നോട്ട് ജസ്റ്റ് ഇൻ ഡാർക്ക്നെസ്, യു വേർ ഡാർക്ക്നെസ്. ഒന്ന് ചിന്തിച്ചേ. രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് എത്ര വലിയ കുടുംബത്തിലായിരുന്നെങ്കിലും, എത്ര ആഠ്യത്വമുള്ള കുടുംബമോ പാരമ്പര്യമോ പഠനമോ പത്രാസോ ജോലിയോ എന്തൊക്കെ നമുക്കുണ്ടായിരുന്നെങ്കിലും, രക്ഷിക്കപ്പെടുന്നതിന് മുൻപുള്ള വ്യക്തിയുടെ അഡ്രസ് എന്ന് പറയുന്നത്, അവൻ ആരാണ് ചോദിച്ചാൽ അവൻ ഇരുട്ടാ. അവൻ ഇരുട്ടിലാണെന്നല്ല, ഹി ഈസ് ഡാർക്ക്നെസ്. അവന്റെ എക്സിസ്റ്റൻസ് തന്നെ ഇരുട്ടാ. അവന് പണമുണ്ടായിരിക്കാം, അവന് ഇൻസ്റ്റഗ്രാമിൽ 4000 ഫോളോവേഴ്സ് ഉണ്ടായിരിക്കാം, പക്ഷെ രക്ഷിക്കപ്പെടാത്ത വ്യക്തികളെല്ലാം ഇരുട്ടാ. യഥാർത്ഥമായി ക്രിസ്തുവിനെ രുചിച്ചറിഞ്ഞവർ വെളിച്ചത്തിൽ വന്നെന്ന് മാത്രമല്ല, നിങ്ങളിപ്പോൾ വെളിച്ചമാണ്. യു ആർ ലൈറ്റ്. Oh, what a glorious truth. You are a child of God. You are not just in the light, you are the light. അതല്ലേ കർത്താവ് പറഞ്ഞത്, യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. നമ്മൾ വെളിച്ചത്തിൽ വരിക മാത്രമല്ല, നമ്മൾ വെളിച്ചമായി മാറുകയാണ്. എന്ന് പറഞ്ഞാൽ യേശു കർത്താവ് പറഞ്ഞ, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. ഇരുളടഞ്ഞ ലോകത്തിൽ വെളിച്ചമായി, വെളിച്ചം സത്യത്തെ കാണിക്കുന്നു. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായി. അത് ഇരുട്ടിൽ പ്രകാശിക്കുന്നു, ഇരുട്ട് അതിനെ കീഴടക്കുന്നില്ല. യോഹന്നാൻ 1:4-5 വാക്യങ്ങൾ. അപ്പോൾ ഇരുട്ട് നിറഞ്ഞ ലോകത്തിൽ ദൈവത്തിന്റെ സ്വഭാവം, ക്രിസ്തുവിന്റെ സ്വഭാവം നമ്മൾ വെളിപ്പെടുത്തുമ്പോൾ നമ്മൾ വെളിച്ചമായി മാറുകയാണ്. ഞാൻ ചോദിക്കട്ടെ, യുവതി യുവാക്കന്മാരായ നമ്മൾ, എന്നെ കേൾക്കുന്ന യൂത്ത്സ് പ്രത്യേകം, നമ്മൾ വെളിച്ചമായിട്ടുണ്ടോ? ചർച്ചിൽ നമ്മൾ ഗ്ലോറി ഹല്ലേലൂയ പാടും, കൈ വീശി വീശി വർഷിപ്പ് ചെയ്യും.
വർഷിപ്പ് ലീഡ് ചെയ്യും, ഒക്കെ നല്ലതാ. ഇറ്റ്സ് ഓൾ ഗുഡ്. നമ്മൾ പ്രീച്ച് ചെയ്യും, ഒക്കെ നല്ലതാ. ബട്ട് ദ പോയിന്റ് ഇസ്, നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഈ 1.5 മണിക്കൂർ ഞാൻ നിങ്ങളോട് ദൈവവചനം പറയുന്നതല്ല, എൻ്റെ റെസ്റ്റ് ഓഫ് ദ ലൈഫിൽ ഞാൻ ആരാ? ഞാൻ ആളുകളോട് ഇടപെടുമ്പോൾ ആരാ? ഞാൻ എൻ്റെ കോളേജിൽ സ്കൂളിൽ പോകുമ്പോൾ ഞാൻ ആരാ? ഞാൻ കേൾക്കുന്ന പൊതുവായുള്ള സാക്ഷ്യമല്ല, ദുരന്തമായ വാക്കുകളാണ്. ഏത് സ്ഥാപനത്തിൽ പഠിക്കുന്ന പല കുഞ്ഞുങ്ങളോട് ഞാൻ ഇടപെടുമ്പോൾ, ഇൻ കേരള ആൻഡ് മുംബൈ ഓർ എനിവേർ, എന്നോട് ഒന്നിലധികമല്ല, മിക്ക ദിവസങ്ങളും ഞാൻ കേൾക്കുന്ന വാക്കുകളാണ്, ഞങ്ങളുടെ സ്ഥാപനത്തിലെ ഏറ്റവും മോശമായ വ്യക്തികൾ പെന്തക്കോസ്തുകാരാണ്. ഞാൻ വെറുതെ പറയുകയല്ല, കാര്യകാരണ സഹിതം എനിക്കറിയാം. വൈ? ഏറ്റവും സാക്ഷ്യം രഹിതമായി എന്നോട് ചില പ്രിയപ്പെട്ടവർ പറഞ്ഞിട്ടുണ്ട്, സ്ഥാപനം നടത്തുന്നവർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, പഠിക്കുന്ന യവനക്കാരെന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്താ എന്റെ നോൺ ക്രിസ്ത്യൻ ഫ്രണ്ട്സ് പോലും അതിനേക്കാൾ മാന്യരായിട്ട് ജീവിക്കുന്നുണ്ട്. പക്ഷെ ഏറ്റവും എന്താ ബെല്ലും ബ്രേക്കും ഇല്ല എന്നൊക്കെ മലയാളത്തിൽ പറയും. അതിന് പല കാരണങ്ങൾ കണ്ടേക്കാം. ഇന്ന് അവിടേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഈ നമ്മുടെ ഈ ഓവർ പ്രൊട്ടക്റ്റീവ് പാരന്റിങ് കഴിഞ്ഞിട്ട് നമ്മളെന്താ പൊതിഞ്ഞും പാത്തും ഒക്കെ പേരൻസ് വളർത്തി അങ്ങോട്ടും തലതിരിക്കാൻ പറ്റില്ല, ഇങ്ങോട്ടും തലതിരിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഇവനെ പൊതിഞ്ഞ് വളർത്തി ഇവൻ കോളേജിൽ പോയി എല്ലാ സ്വാതന്ത്ര്യങ്ങളും ഒരുപോലെ അവന്റെ കണ്ണിന്റെ മുന്നിൽ വരുമ്പോഴത്തേക്ക് അവൻ അങ്ങ് ഈ പെൻഡുലത്തിന്റെ എഫക്റ്റ്, ഒരറ്റത്തുനിന്ന് വിട്ടാൽ അടുത്ത അറ്റത്ത് ചെന്ന് നിൽക്കും. ഒരു എക്സ്ട്രീമിൽ നിന്ന് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, പ്രാക്ടിക്കൽ ആയിട്ടുള്ള വിഷയങ്ങളിലേക്ക് ഞാൻ ഇപ്പോൾ കടക്കുന്നില്ല. ICPFന്റെ യൂത്ത് ക്യാമ്പിലൊക്കെ ഞാൻ വളരെ കാര്യമായി യൂത്ത്സുമായിട്ട് ഡീൽ ചെയ്യുമ്പോഴൊക്കെ ഞാൻ കണ്ടിട്ടുള്ള വിഷയം ഇതാ. ഒരു ഫ്രീഡം കിട്ടുമ്പോഴത്തേക്ക് പിള്ളേർ പറയുന്നത് അതാ, ഇങ്ങനെയെങ്കിലും ബാംഗ്ലൂരിൽ ഒന്ന് പോയാൽ മതി, അല്ലെങ്കിൽ ഇവിടെ നാട്ടിലൊക്കെ പറയുന്നത് ഒന്ന് ഈ ഒരു പിഞ്ചറാസ ബഹാറാണ്. പിള്ളേരൊക്കെ എന്നെ നോക്കി ചിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറയുന്നത് വാസ്തവമാണെന്ന് അവരുടെ മുഖങ്ങൾ തന്നെ എന്നോട് പറയുന്നുണ്ട്. മൈ ഡിയർ യങ് പീപ്പിൾ, നമ്മൾ ഈ ചിന്തിക്കുന്ന ഫ്രീഡം ഒന്നും ഫ്രീഡം അല്ല. ഇതൊന്നും ഫ്രീഡം അല്ല. ഇതൊക്കെ ഏറ്റവും വലിയ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് പ്രോഡിഗൽ സൺ. അവനോർത്ത് വീട് വിട്ടാലാണ് എൻ്റെ സ്വാതന്ത്ര്യം. പക്ഷേ അവിടെ പറയുന്ന ഒരു വാക്കുണ്ട്, ജസ്റ്റ് എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ധ്യാനവുമായി വളരെ ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് മാത്രം ഞാൻ അത് കാണിക്കുക. ലൂക്കോസ് 15:17 വാക്യം എന്താ പറയുന്നത്? അവന് സുബോധം വന്നപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ കാശെല്ലാം കത്തിച്ചപ്പോഴും മിന്നിച്ചപ്പോഴും ഈ പൈസ ഉടാക്കിയ എല്ലാം ദോസ്തെല്ലാം കൂടെ ഉണ്ടായിരുന്നു. ഇതെല്ലാം തീർന്നപ്പോൾ അവസാനം പന്നിക്കൂട്ടിലെ വാഴവിര പോലും കിട്ടാതെ ജീവിതം കട്ടപ്പുകയെന്നൊക്കെ പിള്ളേർ പറയുന്നത് പോലെ എല്ലാം നഷ്ടമായപ്പോൾ 17 വാക്യത്തിൽ പറയുന്നത് അവന് സുബോധം വന്നു. അതിന്റെ അർത്ഥം എന്താ? ഈ പണം അടിച്ചു പൊളിച്ചപ്പോഴും ഈ ആഷ്ഭൂഷായി നടന്നപ്പോഴും ഈ 4 പേരുടെ മുൻപിൽ ഇങ്ങനെ മിന്നി ജീവിച്ചപ്പോഴും അവൻ സുബോധത്തിലല്ലായിരുന്നു. അതാണ് അജ്ഞാനികളായി നടക്കരുത്. ഈ ലോകം നോക്കുമ്പോൾ കാശുള്ളവൻ, എന്തും ചെയ്യാൻ സ്വാതന്ത്ര്യമുള്ളവൻ, ആ നിയന്ത്രണങ്ങൾ നിബന്ധനകൾ റോക്ക് ടോക്ക് ഒന്നുമില്ലാതെ ഇഷ്ടം പോലെ ജീവിക്കാൻ സ്വാതന്ത്ര്യമുള്ളവൻ ആ ബുദ്ധിമാൻ. പക്ഷെ ബൈബിൾ പറയുന്നത് ഏറ്റവും സ്വാതന്ത്ര്യം, നമ്മൾ പറയുന്ന ഈ സ്വാതന്ത്ര്യം, ഈ വീടിലെ ഈ ചർച്ചിന്റെയും പാസ്റ്ററുടെയും വീടിന്റെയും സ്വാതന്ത്ര്യം വിട്ട് എനിക്കൊന്ന് പറന്നു പോയാൽ, ഇപ്പൊ പറന്നു പോകുന്നത് നേരെ എങ്ങോട്ടാ? കാനഡയിലോട്ടും UK യിലോട്ടുവാ. നമ്മളിപ്പോ നേരെ അങ്ങ് പറക്കുക. ഇപ്പൊ 12 കഴിഞ്ഞാൽ പറക്കുന്നത്, കുറച്ചുകൂടെ കഴിയുമ്പോ പിന്നെ 10ാം ക്ലാസ് വരെ നിൽക്കുമോ എന്ന് പോലും എനിക്ക് അറിയത്തില്ല. അങ്ങ് പറക്കുക. കർത്താവിന്റെ ഹിതമാണെങ്കിൽ ഏതെങ്കിലും രാജ്യത്തിൽ പോയി താമസിക്കുന്നത് തെറ്റാണെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷെ വാട്ട് ഈസ് മോട്ടിവേറ്റിംഗ് അസ്? ഈ ലോകത്തിന്റെ സിസ്റ്റമാണ് നമ്മുടെ ഏറ്റവും വലിയ ചോദ്യം. എന്താ സ്കോപ്പ് ഉള്ളത്? എന്താണ് അല്ലെ? എന്നോട് ചെറുപ്പക്കാർ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നോക്കിയപ്പോ ആ കോഴ്സ് പഠിച്ചാൽ എനിക്ക് സ്കോപ്പ് എന്ന് പറഞ്ഞാൽ കാശ് ഉണ്ടാക്കാൻ എന്തിലാണ് ഏറ്റവും അധികം സാധ്യതയുള്ളത്? സ്കോപ്പ് എന്ന വാക്കിന്റെ അർത്ഥം അത്രയേ ഉള്ളൂ. വാട്ട് ബ്രിങ്സ് മോർ മണി, ദാറ്റ് ഇസ് സ്കോപ്പ്. യങ് പീപ്പിൾ,
നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് ദൈവത്തിന് ഒരു ക്ലിയർ പ്ലാൻ ഉണ്ട്. നിങ്ങൾ ഏത് പ്രൊഫഷൻ എടുക്കണം, എവിടെ പഠിക്കണം, എങ്ങനെ ജീവിക്കണം, ദൈവത്തിനൊരു പ്ലാൻ ഉണ്ട്. നിങ്ങൾ മണി കണ്ടോ സ്കോപ്പ് കണ്ടോ എടുത്തു ചാടുന്നതല്ല ദൈവത്തിന്റെ പ്ലാൻ. അത് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് പോലെ ജാതികൾക്കനുസരിച്ചുള്ള നടപ്പ. അത് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് പോലെ ബോധം കെട്ടുപോയ, തല തിരിഞ്ഞു പോയ ഈ തൂർത്തുപുത്രൻ, he's out of his senses. അതിലെ 17th പറയുന്നത് he came to his senses, he came to the right state of mind. അവന് സുബോധം വന്നെന്ന് പറഞ്ഞാൽ മനസ്സിൽ സമനിലയിൽ എത്തിയപ്പോൾ അവന് മനസ്സിലായി കാര്യം കൈവിട്ടുപോയി. ഞാൻ ഇന്ന് വരെ ഓടിയത് മൊത്തം തലതെറിച്ചുള്ള ഓട്ടമായിരുന്നു, ഇപ്പോൾ സുബോധം വന്നു. വാട്ട് ഈസ് വൈസ് വാക്കിംഗ് ഇൻ വിസ്ഡം? വാട്ട് ഈസ് വൈസ് ലിവിംഗ്? സുബോധമുള്ളവരായി ജ്ഞാനത്തിൽ നടക്കുക എന്ന് പറയുന്നത് എന്താ? എന്റെ മേലുള്ള ദൈവിക കോളിംഗ് തിരിച്ചറിഞ്ഞ് ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം എന്നെ കയറി പിടിക്കരുത്. ഞാൻ പണ്ട് ഇരുട്ടായിരുന്നു, ഞാൻ യേശുവിനെ അറിഞ്ഞപ്പോൾ ഞാൻ വെളിച്ചമായി. ഞാൻ വെളിച്ചത്തിൽ വന്നെന്ന് മാത്രമല്ല, ഞാനിപ്പോൾ വെളിച്ചമാണ്. എന്നിൽ കൂടി ജീസസിന്റെ സ്വഭാവമാണ് വെളിപ്പെടേണ്ടതെന്ന് തിരിച്ചറിഞ്ഞ് ഒരു ദിശാബോധമുണ്ടായി ദൈവത്തിന്റെ പദ്ധതികളിൽ നടക്കുന്നതാണ് സുബോധത്തിലുള്ള നടപ്പ്. അതാണ് വെളിച്ചത്തിൽ നടക്കുക എന്ന് 5:8 പറയുന്നത്. നമ്മൾ വായിച്ച 5:15, 16, 17 ഒന്ന് ചേർത്ത് വായിക്കും. നമ്മുടെ സന്ദേശത്തിന്റെ ഏറ്റവും കാതലായ ഭാഗത്തിൽ നമ്മൾ വന്നു നിൽക്കുക. എഫെസ്യർ 5:15, 16, 17 വാക്യം. ആകയാൽ സൂക്ഷ്മതയോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ട് നടക്കാൻ നോക്കുവിൻ. ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവിൻ. ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചു കൊള്ളുവിൻ. നോക്കിയേ, ബുദ്ധിഹീനരാകാതെ. മേളിൽ പറയുന്നു അജ്ഞാനികളാകരുത്. ഡു നോട്ട് ബി ഫൂളിഷ്. ഇപ്പോൾ 17ാം വാക്യത്തിൽ പറയുന്നത് ഡു നോട്ട് ബി അൺവൈസ്. 15ാം വാക്യത്തിൽ ഡു നോട്ട് ബി ഫൂൾ. ഒരു മൂഢനാകരുത്. അല്ല, ഹിന്ദി പറയത്തില്ല, ഉല്ലു മത് ബൺ. ഡു നോട്ട് ബി എ ഫൂൾ, വാക്ക് വൈസ്ലി. എങ്ങനെ ഈ ജ്ഞാനത്തിൽ നടക്കുന്നത്? ഈ ജ്ഞാനത്തിൽ നടക്കുന്നത് ജാതികളുടെ നടപ്പ് വിട്ടു, ഇരുട്ടിലെ നടപ്പ് വിട്ടു, വെളിച്ചമായിട്ട് നടക്കുകയാണ്. എന്തോ ഈ നടപ്പ്, ജ്ഞാനത്തിൽ നടക്കുക എന്ന് പറഞ്ഞാൽ ദൈവഹിതത്തിൽ നടക്കുക. അജ്ഞാനികളാകാതെ ദൈവഹിതം. 16ാം വാക്യത്തിലേക്ക് നമുക്ക് വരണം. എന്നാലോ 17ാം വാക്യത്തിൽ ഡു നോട്ട് വാക്ക് അൺവൈസ്ലി. ബുദ്ധിഹീനരാകരുത്. ഡു നോട്ട് ബി അൺവൈസ്. 15ാം വാക്യത്തിൽ പറയുന്നു ഡു നോട്ട് ബി ഫൂൾസ്. ഒരേ കാര്യമാണ്. 15ാം വാക്യത്തിൽ പറയുന്നു അജ്ഞാനികളാകാതെ ജ്ഞാനത്തിൽ വാക്ക് വൈസ്ലി. 17ാം വാക്യത്തിൽ പറയുന്നത് ബുദ്ധിഹീനരാകരുത്, ദൈവഹിതം തിരിച്ചറിയുക. രണ്ടും ഒരു കാര്യം. ഡു നോട്ട് ബി എ ഫൂൾ, വാക്ക് വൈസ്ലി. ഒരു വേർഡ് സ്കിപ്പ് ചെയ്ത് അടുത്ത വേഴ്സിൽ വരുമ്പോൾ ഡു നോട്ട് ബി അൺവൈസ്, നോ ദ വിൽ ഓഫ് ഗോഡ്. അപ്പൊ ജ്ഞാനത്തിൽ നടക്കുക എന്ന് പറയുന്നത് ഫൂളിഷ്നെസ് വിട്ട്, ജ്ഞാനമില്ലാത്ത പെരുമാറ്റച്ചട്ടം വിട്ട് വിസ്ഡത്തിൽ നടക്കുക എന്ന് പറയുന്നത് ദൈവഹിതം തിരിച്ചറിഞ്ഞ് നടക്കുക. അജ്ഞാനികളാകാതെ ദൈവഹിതം എന്താണെന്ന് തിരിച്ചറിയണം. ഇപ്പൊ ദൈവഹിതം മനസ്സിലാക്കാനുള്ള ഒരു പ്രയത്നം, നമ്മളെ കുറിച്ചുള്ള ദൈവഹിതം തിരിച്ചറിഞ്ഞ് നടക്കുക. ഇപ്പോൾ ഇതും 2-3 വളരെ കണക്റ്റഡാ. അവിടേക്ക് ഞാനിപ്പോൾ പോകുവാൻ സമയം എടുക്കുന്നില്ല. 2-3 പറയുന്നത് നിങ്ങൾ ലോകത്തിന്റെ കാലഗതിക്ക് അനുസരിച്ച് നിങ്ങളുടെ ജഡമോഹങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ നടന്നു. യു വാക്ക് അക്കോർഡിംഗ് ടു ദ ഡിസയേഴ്സ് ഓഫ് യുവർ ഫ്ലഷ്. അവിടെ ആ ഡിസയർ, ഇഷ്ടം എന്ന അതേ വാക്കാണ് 5:17 പറയുന്നത് ദൈവഹിതം. ഒരിക്കൽ എങ്ങനെ നമ്മൾ നടന്നത്? നമ്മുടെ ജഡത്തിന് എന്താ ഇഷ്ടം അതനുസരിച്ച് നടക്കുമായിരുന്നു.
നമ്മൾ കണ്ണ് തുറന്ന് കണ്ടു, നമ്മുടെ കണ്ണിനൊന്ന് പിടിച്ചു, ഒരു കാര്യം കണ്ണ് നോക്കിയപ്പോ പിടിച്ചു അല്ലെ? സിസ്റ്റേഴ്സിന്റെ കാര്യം പറഞ്ഞാൽ നല്ലൊരു തുണിക്കടയിൽ നല്ലൊരു ഒരു ഡ്രസ്സ് സൂട്ട് കണ്ടാൽ അത് പിന്നെ മേടിക്കണം എന്ന് പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ ബോയ്സിന്റെ കാര്യം ഒരു നല്ല ബൈക്ക് കണ്ടു, ഒരു നല്ല ചെത്തി ഓടിക്കാവുന്ന ബൈക്ക് കണ്ടാൽ എങ്ങനെയാലും അപ്പനും അമ്മയുടെ കാല് പിടിച്ച് ആ ബൈക്ക് കിട്ടാൻ സ്നാനപ്പെട്ടവരെ എനിക്കറിയാം. KTM ഒരു ബൈക്ക് കിട്ടാൻ വേണ്ടി അപ്പനോട് ഒപ്പം പറഞ്ഞ് സ്നാനപ്പെടണം, 18 വയസ്സ് ഇതുവരെ സ്നാനപ്പെട്ടില്ല. എല്ലാവരും 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ സ്നാനപ്പെട്ടു, നീ 12 സ്നാനപ്പെട്ടില്ല. നടന്ന കാര്യമോ? പപ്പ ഗൾഫിലോ? പപ്പ പറഞ്ഞു സ്നാനപ്പെടാം. ഞാൻ പറഞ്ഞു സ്നാനപ്പെടാം, എനിക്കൊരു KTM ബൈക്ക് കിട്ടിയാൽ. സ്നാനപ്പെട്ട് കയറി വന്നപ്പോൾ മുഖത്തെ വെള്ളം തുടച്ചിട്ട് KTM എന്ന് പറഞ്ഞെന്നാണ് ഞാൻ കേട്ടത്. ഇതാണ് കണ്ണിൽ പിടിക്കുന്ന കാര്യം നേടണം. എനിക്ക് ജഡത്തിന് ചില ആഗ്രഹങ്ങളുണ്ട്. ഒരു ബൈക്ക് ഓടിക്കുന്നതോ ഒരു നല്ല ഡ്രസ്സ് ഇടുന്നതോ തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ കുഞ്ഞുങ്ങളോടൊരു അഡ്വൈസ് പറയാം, ഒരു എൽഡർ ബ്രദർ എന്ന നിലയിൽ ഒരു ഉപദേശം പറയാം. അപ്പനും അമ്മയുടെ വരുമാനത്തിനുള്ളിൽ നിൽക്കുന്ന ആഗ്രഹങ്ങളെ നമുക്കാകാവൂ. അതിൽ കവിഞ്ഞാകുമ്പോൾ യു ആർ പുട്ടിംഗ് ദം അണ്ടർ പ്രഷർ. സോ ഞാനും ബോംബെ വളർന്നതാ, ഞാൻ കോളേജിലാണ് പഠിച്ചതൊക്കെ. സോ നമ്മൾ പട്ടണത്തിൽ ജീവിക്കുമ്പോൾ പലതും കാണും കേൾക്കും. പക്ഷെ നമ്മളൊന്ന് ചിന്തിക്കണം, നമ്മുടെ മാതാപിതാക്കൾക്കുള്ള ആ ഒരു ചുറ്റുപാടിനപ്പുറമൊന്നും നമ്മൾ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. ആ ചുറ്റുപാടിനപ്പുറമുള്ള ഒരു വിദ്യാഭ്യാസം പോലും ആഗ്രഹിക്കരുന്ന എൻ്റെ ഒരു ചിന്ത. നിങ്ങൾക്ക് യോജിക്കാൻ പറ്റത്തില്ലെങ്കിൽ ഇപ്പൊ മാതാപിതാക്കൾ തന്നെ ഇല്ലാത്ത കാശുണ്ടാക്കി ലോണും എടുത്ത് ജീവിതത്തിൽ വീട്ടാനാകാത്ത ബാധ്യതയിൽ കൊണ്ട് കാല് വെച്ചിട്ട് മക്കളെ പഠിപ്പിക്കാനൊക്കെ നോക്കുന്ന ഒരു കാലമാണ്. പക്ഷെ എൻ്റെ ഒരു എളിയ ഒരു ബുദ്ധി എന്ന് പറയുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ബുദ്ധിയായ തീരുമാനം എന്ന് പറയുന്നത്, കർത്താവ് തന്ന ഭൗതികത്തിനുള്ളിലുള്ള വിദ്യാഭ്യാസവും ജീവിത സാഹചര്യങ്ങളും നമ്മൾ ആഗ്രഹിച്ചാൽ മതി. അതൊക്കെ കർത്താവ് അവിടുത്തെ സമയത്ത് തരും. കർത്താവിന്റെ ഇഷ്ടത്തിൽ അതിലധികം ഉണ്ടെങ്കിൽ കർത്താവ് അതിന് വഴി ഒരുക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഒരിക്കൽ നമ്മുടെ മോഹങ്ങളാൽ നിയന്ത്രിക്കപ്പെട്ടവരായിരുന്നു, ജഡമോഹങ്ങളാൽ നിയന്ത്രിക്കപ്പെട്ടവരായിരുന്നു. പക്ഷെ ഇപ്പോൾ ദൈവഹിതം തിരിച്ചറിഞ്ഞ് അതിനാൽ നിയന്ത്രിക്കപ്പെട്ടവരായി നടക്കണമെന്നാണ് പൗലോസ് പറയുന്നത്. പക്ഷെ ഇവിടുത്തെ ട്രാജഡി ഞാൻ പറയാം. ഇവിടുത്തെ ട്രാജഡി എന്താ? 5-ാം അധ്യായം 6-ാം വാക്യം പറയുന്നത്, നിങ്ങൾ വഞ്ചിക്കപ്പെട്ടു പോകരുത്. ഡു നോട്ട് ബി ഡിസീവ്ഡ്. വൃഥാ വാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുത്. ഇന്നത്തെ ഏറ്റവും വലിയ ചതിവ് എന്താണെന്ന് ഞാൻ പറയട്ടെ. നമ്മൾ ഇരുട്ടായിരുന്നപ്പോൾ നമ്മുടെ ജഡത്തിന് ഇഷ്ടമുള്ളതിനനുസരിച്ച് നമ്മൾ നടന്നു. കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഈ ലോകത്തിന്റെ സിസ്റ്റത്തിൽ ഉള്ളത് വെട്ടിപ്പിടിക്കുവാൻ വേണ്ടി നമ്മൾ നടന്നു. ഇപ്പോൾ നമ്മൾ വെളിച്ചമായി, ഇനി അജ്ഞാനികളായി നടക്കാൻ പാടില്ല. 13-ാം വാക്യമൊക്കെ എടുത്താൽ, അതൊന്നും ഞാൻ എടുത്തില്ല, മരിച്ചവരുടെ ഇടയിൽ കിടന്ന് ഉറങ്ങുന്ന ഒരു അവസ്ഥയല്ല. അവിടുന്ന് ഉണരണം, ജീവൻ പ്രാപിക്കണം, മരണസമാനമായ അവസ്ഥകളിൽ നിന്ന് സടകുടഞ്ഞ് എഴുന്നേറ്റ് ജ്ഞാനികളായി നടക്കണം. ആ നടപ്പ് എൻ്റെ മോഹങ്ങൾക്കോ എൻ്റെ ജഡത്തിന്റെ, എൻ്റെ ഫ്ലഷിന്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള നടപ്പല്ല, മറിച്ച് ദൈവഹിതം മനസ്സിലാക്കി ദൈവത്തിന് എന്താ ഇഷ്ടം, എൻ്റെ ജീവിതത്തെ കുറിച്ച് ദൈവത്തിന്റെ ആഗ്രഹം എന്താണെന്ന് മനസ്സിലാക്കി നടക്കുക. ഇന്നത്തെ ട്രാജഡി എന്താണെന്നറിയാമോ? ഞാൻ വളരെ തുറന്നു പറയും. ഇന്നത്തെ 90% ആത്മീക ശുശ്രൂഷകൾ എന്ന് പറയുന്നതെല്ലാം നമ്മളെ ദൈവഹിതത്തിലേക്കല്ല നയിക്കുന്നത്, വൃഥാ വാക്കുകളാൽ നമ്മളെ ചതിക്കുകയാണ്. ചതിച്ചിട്ട് എന്താ പറയുന്നത്? നിനക്ക് എന്താ ഇഷ്ടം, നിന്റെ മോഹം എന്താ, ആ മോഹം ദൈവം നിനക്ക് നടത്തി തരും. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? മാതാപിതാക്കളും എല്ലാവരും മനസ്സിലാക്കണം. ഇന്നത്തെ മെജോറിറ്റി ഓഫ് ആത്മീക ശുശ്രൂഷ നമ്മളെ ജഡികരാക്കുകയാണ്. പത്യവചനം ഇന്ന് ആർക്കും വേണ്ട. കർണരസകരമായി കേൾക്കാൻ ഇമ്പമായ മോഹങ്ങളെ നമ്മളിൽ ജനിപ്പിക്കുക. നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ട്. എന്താ? നിങ്ങൾക്കൊരു ഭൂമി വേണോ? അവിടെ ഒരു കോയിൻ കൊണ്ടിടുക. എന്താ? നീ അത് നിനക്കൊരു കാർ വേണോ? ആ കാർ നിന്റെ കാർ പോർച്ചിൽ നീ എന്താ സ്വപ്നം കാണണം, ആ കാറിന്റെ കളർ കാണണം.
യാക്കോബ് പറഞ്ഞ് എടുക്കുന്നില്ല. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. ഇന്നത്തെ പോപ്പുലർ ഉപദേശങ്ങളെല്ലാം നമ്മളിൽ മോഹം കുത്തിവെക്കുകയാണ്. എനിക്കറിയാം, ജീവിതത്തിൽ ഒരിടത്തും എത്താത്ത കുഞ്ഞുങ്ങളെ അറിയാം. കാരണം എന്താ? അവരുടെ മെന്റൽ കപ്പാസിറ്റി, അവർക്ക് ദൈവം കൊടുത്ത ബൗദ്ധിക ക്ഷമത, അവർ ക്രിയേറ്റീവ് ആയിരിക്കാം, പക്ഷെ അവർക്ക് കൊടുത്ത കപ്പാസിറ്റിയിൽ അവർക്ക് പഠിക്കാനാകാത്ത കോഴ്സുകൾ അവർ കയറി ഓപ്റ്റ് ചെയ്യുക. എന്താ? പ്രവാചകൻ പറഞ്ഞു, സ്റ്റെത്തിസ്കോപ്പ് ഇട്ട് ഞാൻ രാജസ്ഥാനിൽ കാണുന്നു. ഈ കുട്ടിക്ക് MBBS പഠിക്കാനുള്ള കാലിബർ അല്ല, മറ്റൊരു ആനിമേഷൻ ആയിരിക്കും, അവന്റെ ക്രിയേറ്റിവിറ്റി ആയിരിക്കും അവന്റെ ഏറിയ, അവന്റെ എന്താ. നമുക്ക് മലയാളികൾക്ക് മെഡിക്കൽ ഫീൽഡും IT ഫീൽഡും അല്ലാതെ വേറെ ഒന്നും അറിയത്തില്ലല്ലോ. അതിൽ വേറൊരു ട്രാജഡി. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. എവിടോ ആരോ ദൂത് പറഞ്ഞു, അതനുസരിച്ച് നമ്മൾ തള്ളിവിടുക. കാരണം എന്താ? ദൈവഹിതമല്ല അവിടെ പറഞ്ഞത്. നമ്മുടെ ഉള്ളിൽ നമുക്കില്ലാത്ത മോഹങ്ങളെ കുത്തിവെക്കുകയാണ്. എന്നിട്ട് നമ്മുടെ കുട്ടിക്ക് പ്രാപിക്കാൻ കഴിയാത്ത, നേടാൻ കഴിയാത്ത ഒരു ആസ്പിറേഷൻ വെച്ച് അവന്റെ ഭാവിയെ ഒരർത്ഥത്തിൽ നാമ്പിൽ തന്നെ നുള്ളിക്കളഞ്ഞത് ഞാൻ നേരിട്ട് കണ്ട്. അങ്ങനെ തകർന്നു പോയ അവനക്കാർ എന്റെ മുന്നിൽ വന്നിട്ടുണ്ട്. ഞാൻ പറയട്ടെ, ബുദ്ധിഹീനരാകരുത്. ആരും വെറും വാക്കുകളാൽ നമ്മളെ വഞ്ചിക്കരുത്. ഇന്നത്തെ ഒരു ട്രെൻഡാ. ഞാൻ പറയാതെ തന്നെ അറിയാലോ, റിവൈവൽ എന്നൊക്കെ പറഞ്ഞ് പലയിടത്തും നടക്കുന്നു. ഈ പുസ്തകവുമായിട്ട് ഒരു ബന്ധവും ഇല്ല. ഇപ്പൊ നടക്കുന്ന ഒരു വലിയ റിവൈവലിൽ പറയുന്നതാ, നീ നിന്നോട് തന്നെ പ്രവചിക്കും. പണ്ടൊക്കെ ആരെങ്കിലും വന്ന് പ്രവചിക്കുമായിരുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രവാചകന്റെ അടുത്ത് പോയി തല കുണിച്ചു കൊടുക്കും. പ്രവചന ശുശ്രൂഷയുണ്ട്, ആരും തെറ്റിദ്ധരിക്കല്ലേ. റിയൽ ബിബ്ലിക്കൽ പ്രൊഫസി ഉണ്ട്, ഞാൻ പ്രവചനത്തിൽ വിശ്വസിക്കുന്നു, അതിനെ ഒന്നും തെറ്റിദ്ധരിക്കുകയല്ല. പക്ഷേ പലതും ഇന്ന് നമ്മളെ ഭൗതികരാക്കുകയാണ്. ഒരു വിദഗ്ധൻ പറയുന്നത്, നീ നിന്നോട് തന്നെ പ്രവചിക്കും. നിനക്ക് ഇപ്പൊ മനസ്സിൽ തോന്നുന്ന എന്താ? നിന്റെ ആഗ്രഹം എന്താ? അടുത്ത 3 ദിവസത്തിൽ അതാ ഒരു വലിയ പ്രസംഗം, വലിയ പാട്ട് എടുത്ത് നമ്മൾ പാടുന്ന പല പാട്ടുകൾ എഴുതിയ ഒരു വിദഗ്ധനാണ്. തീ പോലെ ഇറങ്ങണമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പാടുന്ന തീ ഇറക്കുന്ന പാട്ടുകളൊക്കെ എഴുതിയ വിദഗ്ധൻ പറയുകയാണ്, 3 ദിവസത്തിനുള്ളിൽ ഞാൻ കയറിയിട്ടില്ലാത്ത വാഹനത്തിൽ കയറും. നീ നിന്നോട് തന്നെ പ്രവചിക്ക് 3 ദിവസത്തിനുള്ളിൽ. നോൺസെൻസ്. ബുദ്ധിഹീനരാകരുത്. വൃഥാ വാക്കുകളാൽ ആരും നമ്മളെ വഞ്ചിക്കരുത്. ഇന്ന് കാണുന്നതൊന്നും ഉണർവെന്ന് പറയുന്നത് എല്ലാം ഉണർവല്ല. അഗ്നി എന്ന് പറയുന്ന പലതും അന്യായ അഗ്നിയാണ്. ഈ പുസ്തകവുമായിട്ട് ബന്ധമില്ലാത്ത പല മൂവ്മെന്റ്സ് ആണ് നമ്മുടെ ചുറ്റും കാണുന്നത്. എന്റെ സന്ദേശത്തിന്റെ അവസാന ഭാഗത്തിലേക്ക് ഞാൻ വരുമ്പോൾ, പ്രത്യേകിച്ച് യൗവനക്കാരെ എനിക്ക് ചലഞ്ച് ചെയ്യാനുള്ളത്, നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് ദൈവത്തിനൊരു ഹിതമുണ്ട്. ആ ഹിതം നമ്മുടെ നാച്ചുറൽ ഇൻക്ലിനേഷനിൽ നിന്നും വ്യത്യസ്തമാണ്. നമ്മുടെ നമ്മുടെ ഒരു മൊബൈൽ എടുത്താൽ അതിലെ ഡിഫോൾട്ട് ബ്രൗസറാണ് ഗൂഗിൾ ക്രോം. വേറെ ബ്രൗസർ ഇല്ലാഞ്ഞിട്ടല്ല, നമ്മുടെ മൊബൈലിന്റെ ഡിഫോൾട്ട് എന്താ? ക്രോമ. എന്ന് പറഞ്ഞതുപോലെ മനുഷ്യരാകുന്ന നമ്മുടെ എല്ലാം, ചെറുപ്പക്കാരാകുന്ന നിങ്ങളുടെ എല്ലാവരുടെയും ഡിഫോൾട്ട് മോഡ് ബുദ്ധിയുള്ളവരായി നടക്കുക എന്നല്ല. നമ്മുടെ ഡിഫോൾട്ട് മോഡ് എന്ന് പറയുന്നത് പലപ്പോഴും ബുദ്ധികേടാ. ഈ ലോകം വെച്ച് നീട്ടുന്ന കുറെ മണ്ടത്തരങ്ങളാണ് നമ്മൾ വലുതായി കാണുന്നത്. നമ്മൾ നാച്ചുറലായിട്ട് ഓട്ടോമാറ്റിക്, സ്വാഭാവികമായി ജനിച്ചു വീണപ്പോ തൊട്ട് ഞാൻ ബുദ്ധിയുള്ളതാണ് ചെയ്യാൻ സമർപ്പിച്ചിരിക്കുന്ന ആർക്കും പറയാൻ പറ്റത്തില്ല. ബാലന്റെ ഉള്ളിൽ പോഷത്വം കെട്ടിയിട്ടേക്കുക. ഫൂളിഷ്നെസ് ഇസ് ബൗണ്ട് ഇൻ ദ ഹാർട്ട് ഓഫ് ദ ചൈൽഡ് എന്ന സദൃശവാക്യത്തിൽ പറയുന്നത്. നമ്മുടെ നാച്ചുറൽ മോഡ് എന്ന് പറയുന്നത് ഫൂളിഷാണ്. വി ആർ നാച്ചുറലി ഫൂളിഷ്. നാച്ചുറലി നമുക്ക് ബ്രില്യൻസും അക്കാഡമിക് സ്കില്ലും ഒക്കെ കണ്ടേക്കാം. ബട്ട് നാച്ചുറലി ഇൻ ദ സൈറ്റ് ഓഫ് ഗോഡ് നമ്മൾ ഫൂളിഷ് കാര്യങ്ങളെ ചൂസ് ചെയ്യാനാണ് നമ്മുടെ പ്രവണത. ആദ്യ മാതാപിതാക്കൾ മുതൽ നമുക്ക് കിട്ടിയ പാപത്തിന്റെ ആ കൈമാറ്റത്തിൽ കൂടി നമ്മൾ ജന്മനായും കർമ്മനയും പാപികളായതുകൊണ്ട് നമ്മുടെ എപ്പോഴും ലാഞ്ചന, ഇൻക്ലിനേഷൻ ഫൂളിഷായ, ദൈവഹിതമല്ല, ജഡത്തിന്റെ ആഗ്രഹങ്ങളെ തെരഞ്ഞെടുക്കുക എന്ന നമ്മുടെ നാച്ചുറൽ മോഡ്. ആ നാച്ചുറൽ മോഡിനെ മാറ്റി നിർത്തി ഒരു ആത്മികനായി ദൈവഹിതം ചൂസ് ചെയ്യണമെങ്കിൽ നമ്മളെ കൊണ്ട് കഴിയത്തില്ല, നമ്മുടെ ശക്തി കൊണ്ട് കഴിയത്തില്ല.
അതാണ് 5-ാം അധ്യായം 18-ാം വാക്യം പറയുന്നത്. വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകും. പക്ഷെ എന്ത് ചെയ്യണം? ആത്മാവിനാൽ നിറയണം. വിത്തൗട്ട് ദ പവർ ഓഫ് ദി ഹോളി സ്പിരിറ്റ് വി കനോട്ട് വാക്ക് വൈസ്ലി. പരിശുദ്ധാത്മ ശക്തി കൂടാതെ നമുക്ക് ഒരു ജയകരമായ ജ്ഞാനത്തിൽ, ഈ ദുഷ്ടലോകത്തിൽ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ജ്ഞാനിയായി ജീവിക്കാൻ കഴിയത്തില്ല. ഞാൻ പറയുന്ന ജ്ഞാനം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ ചിന്തിക്കട്ടെ. ഈ ലോകത്തിന്റെ മുൻപിലുള്ള ഇപ്പൊ പിള്ളേരൊക്കെ പറഞ്ഞ പോലെ ഒരു തീസ്മാർക്കാനാകുകയല്ല, ലോകത്തിന്റെ മുൻപിലുള്ള ഒരു ജ്ഞാനമല്ല, മിടുക്കനാകുന്നതല്ല. അതിലെ ഭക്തന്മാര് പണ്ട് പാടിയത്, ലോകത്തിൻ ദൃഷ്ടിയിൽ ഞാൻ ഒരു ഭോഷനായി തീർന്നാലും ദൈവത്തിൻ ദൃഷ്ടിയിൽ ഞാൻ എന്നും ശ്രേഷ്ഠനായി മാറും. യോഹന്നാൻ സ്നാപകനെ കുറിച്ച് സെക്കറിയാവിനോട് ദൂതൻ പറഞ്ഞത് എന്താ? അവൻ ദൈവത്തിന്റെ മുൻപിൽ വലിയവനാകും. ഇന്ന് മനുഷ്യന്റെ മുൻപിൽ വലിയവനാകാനുള്ള ത്വരയാ വിശ്വാസികൾക്കും, പ്രത്യേക ശുശ്രൂഷകന്മാർ. മനുഷ്യന്റെ മുൻപിൽ ആളാകണം. ഒരു വ്യക്തി കഴിഞ്ഞ ദിവസം ഇൻട്രൊഡ്യൂസ് ചെയ്ത, അത് തമാശയാണ്, ഒരു ഫലിതമായിട്ട് തന്നെ നിങ്ങൾ എടുത്താൽ മതി. ലോകത്തിന്റെ അകത്തും പുറത്തും ഉപയോഗിക്കപ്പെടുന്ന, കേരളത്തിന്റെയോ ഇന്ത്യയുടെ അകത്തും പുറത്തും എന്നാണ് ഉദ്ദേശിച്ചെന്ന് തോന്നുന്നു. കാരണം ശുശ്രൂഷകരായവർക്കും വിശ്വാസികൾക്കും യവനക്കാർക്കുമെല്ലാം നമ്മുടെ ആ നാച്ചുറൽ ഡിഫോൾട്ട് പലപ്പോഴും നമ്മുടെ ആ ഒരു ലാഞ്ചന ലോകത്തിൽ വലിയവനാകാനും ലോകക്കാരുടെ മുൻപിൽ ജ്ഞാനിയാകാനുമാണ്. പക്ഷേ ഇന്ന് രാത്രി എനിക്കൊരു ദൈവദാസൻ എന്ന നിലയിൽ എല്ലാവരോടും കൈകൂപ്പി പറയാനുള്ളത്, ലോകത്തിന്റെ ദൃഷ്ടിയിൽ നമുക്ക് വലിയവനാകണ്ട, നമ്മുടെ കർത്താവിന്റെ മുൻപിലാണ് വലിയവനാകേണ്ടത്. നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ ജ്ഞാനികളായി നടക്കണം. നമ്മുടെ ആയുസ് ലോകക്കാർ ചിന്തിക്കുന്ന ചിന്തകളും ലോകക്കാർ വലുതെന്ന് കാണുന്നതിനെ നേടിയെടുക്കാൻ ഓടിയിട്ട് അവസാനം കർത്താവിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ എന്തായിരിക്കും നമ്മുടെ ജീവിതത്തിന്റെ നെറ്റ് റിസൾട്ട്? മുടിയനായ പുത്രന്റെ നെട്ടോട്ടത്തിന്റെ നെറ്റ് റിസൾട്ട് എന്താ? സുബോധമില്ലാത്ത ഓട്ടം. പക്ഷെ അപ്പന്റെ ഭവനത്തെ കുറിച്ചുള്ള ഓർമ്മ വന്നപ്പോൾ അവന് സുബോധം വന്നു. അവൻ അപ്പന്റെ ഭവനമാണ് ഇപ്പോൾ ഏറ്റവും വലുത്. അപ്പന്റെ സ്നേഹമാണ് അവൻ ഏറ്റവും വലുത്. അപ്പന്റെ വീട്ടിലെ ആ പരിചരണവും കരുതലും അവന് മതി. പുറം ലോകം തരുന്ന എല്ലാം താൻ അനുഭവിച്ചിട്ട് അതിന്റെ പൊള്ളത്തരം താൻ തിരിച്ചറിയുക. യവനക്കാരെ, ഈ ലോകം ഓഫർ ചെയ്യുന്നത് പലതും ഗ്ലിറ്റർ ചെയ്യും. ബട്ട് വാട്ട് ഓൾ ഗ്ലിറ്റേഴ്സ് ഇസ് നോട്ട് ഗോൾഡ്. മിന്നുന്ന വെട്ടിത്തിളങ്ങുന്നത് എല്ലാം പൊന്നല്ല, ഇതെല്ലാം ചതിക്കും. പലപ്പോഴും റിലേഷൻഷിപ്സിൽ അല്ലേ, വീട്ടിൽ നമുക്ക് വേണ്ട സ്നേഹം കിട്ടാഞ്ഞതാണോ, കിട്ടിയിട്ടും തിരിച്ചറിയാഞ്ഞതാണോ എന്ന് അറിയത്തില്ല. ഏതോ നടന്നുപോയ ചെറുക്കനൊന്ന് കണ്ണിറക്കി കാണിക്കുമ്പോഴത്തേക്ക് എന്തായി? ഓ, അങ്ങോട്ടൊരു വലിച്ചില്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, യവനക്കാരെ, ആരും വൃഥാ വാക്കുകളാൽ, ചക്കര വാക്കുകളാൽ, അത് ആത്മിക ശുശ്രൂഷകരാകട്ടെ, ചെറുപ്പക്കാരോടുള്ള ബന്ധത്തിൽ, ലോകത്തിലുള്ള ഓപ്പോസിറ്റ് സെക്സിലുള്ള ജെൻഡറിലുള്ള ഒരു വ്യക്തിയാകട്ടെ, ആരുമാകട്ടെ, ചക്കരവാക്കും മുഖസ്തുതിയും പറഞ്ഞ് ആരും നമ്മളെ മയക്കിക്കളയരുത്. നമ്മളെ ഒരു വലിയ പർപ്പസിനാണ് ദൈവം വിളിച്ചത്. ദൈവത്തിന്റെ ജ്ഞാനം നമ്മളിൽ കൂടി വെളിപ്പെടുത്തണം. അത് വെളിപ്പെടണമെങ്കിൽ ജ്ഞാനികളായിട്ട് നമ്മൾ നടക്കണം. 16-ാം വാക്യം പറയുന്നത്, ടൈം ഇസ് വെരി ഷോർട്ട്. സമയം വളരെ കുറവാണ്. ഈ ടൈം പെട്ടെന്ന് കഴിയും. കണ്ണടച്ച് നോക്കുമ്പോൾ ഐ എം 20s പെട്ടെന്ന് കഴിഞ്ഞു. ഞാൻ ചിന്തിക്കുന്നതിലും പെട്ടെന്ന് എൻ്റെ 20s കഴിഞ്ഞു. ഇത് പെട്ടെന്ന് കഴിയും. കൗമാരപ്രായം, യുവത്വം എല്ലാം പെട്ടെന്ന് തീരാൻ പോവുകയാണ്. ടൈം ഇസ് വെരി ഷോർട്ട്. നമ്മൾ ഓർമ്മ അടിച്ച് പൊളിച്ചിരിക്കുക. ചില ചെറുപ്പക്കാരൊക്കെ പറയും, ഞാനൊന്ന് എൻജോയ് ചെയ്യട്ടെ, പിന്നെ കർത്താവിന്റെ അടുത്തൊക്കെ ഞാൻ. ഇതെല്ലാം പെട്ടെന്ന് കഴിയും. ഞാനൊരു ഉദാഹരണം പറഞ്ഞു, എൻ്റെ വാക്കുകൾ നിർത്താം. ഉദാഹരണമല്ല, ഒരു അനുഭവം പറഞ്ഞു. ഞാൻ ജയ്പൂരിൽ കഴിഞ്ഞ വർഷം ശുശ്രൂഷിക്കാൻ പോയപ്പോൾ ആ ചർച്ചിൽ അവിടെ യൂത്ത് മീറ്റിംഗ് നടക്കുമ്പോൾ എൻ്റെ മെസ്സേജ് മറ്റൊന്നുമല്ല, വാട്ട് ഈസ് ട്രൂ സക്സസ് എന്നാണ് ഞാൻ പ്രസംഗിച്ചത്. അത് ആ മെസ്സേജ് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. അവിടെ ഒരു ചെറുപ്പക്കാരൻ മെസ്സേജ് കഴിഞ്ഞ് എന്നോട് സംസാരിച്ചു.
താൻ അത് വളരെ ഏറ്റെടുത്തു. താൻ എന്നോട് വളരെ പോസിറ്റീവായിട്ട് പ്രതികരിച്ചു. 25 വയസ്സ് മാത്രമേ ഉള്ളൂ. തന്റെ പ്ലാൻ, താൻ പറഞ്ഞു എനിക്ക് ഫ്യൂ മന്ത്സ് ഞാൻ കോഴ്സ് IELTS പഠിച്ചിട്ട് ഐ എം ഗോയിങ് ടു UK ടു സ്റ്റഡി. ഞാൻ പറഞ്ഞു ഓക്കെ, കർത്താവിന്റെ ഹിതമാണ്, തീർച്ചയായിട്ടും പോകണം. ഞാൻ അദ്ദേഹത്തെ എൻകറേജ് ചെയ്തു. അദ്ദേഹം പോയി. അദ്ദേഹം 1 മാസമേ അവിടെ പഠിക്കാൻ കഴിഞ്ഞുള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത് അദ്ദേഹം എടുത്ത തീരുമാനം തെറ്റാണെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. ഐ എം ജസ്റ്റ് ട്രൈങ് ടു ടെൽ യു ദ ടൈം ഇസ് വെരി ഷോർട്ട്. ദാറ്റ്സ് മൈ മെസ്സേജ്. ഞാൻ വിശ്വസിക്കുന്ന കർത്താവ് തന്നെ അങ്ങോട്ട് അയച്ചതാണ്. താൻ അവിടെ പോയി, അവിടെ ഒരു ചർച്ചിന്റെ ഭാഗമായി 3 ആഴ്ച ചർച്ചിൽ പോയി. 3-ാമത്തെ ആഴ്ച കഴിഞ്ഞപ്പോൾ ആ ചെറുപ്പക്കാരന് പെട്ടെന്നൊരു ബ്രെയിൻ ഹാമറേജ് ഉണ്ടായി. താൻ വെന്റിലേറ്ററിൽ കയറുകയാണ്. 1 ആഴ്ച കഴിയുമ്പോൾ നാട്ടിലേക്ക് തൻ്റെ ഡെഡ് ബോഡിയാണ് വരുന്നത്. വലിയ പ്രതീക്ഷകളോട്, വലിയ സ്വപ്നങ്ങളോടാണ് താൻ എങ്ങോട്ട് പോയത്, UK പോയത്. പക്ഷെ തൻ്റെ ലൈഫിൽ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടായിരുന്നു. താൻ ദൈവജനത്തോട് പ്രതികരിച്ച ഒരു ചെറുപ്പക്കാരനാണ്. താൻ ഒന്നും സമയം വേസ്റ്റ് ആക്കുന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷെ എൻ്റെ മെസ്സേജ് ഇതാണ്, തൻ്റെ ആ UK പോയ ആ സ്വപ്നങ്ങളെല്ലാം 3 വീക്സിനുള്ളിൽ തൻ്റെ ലൈഫ് ഫിനിഷ് ആകുകയായിരുന്നു. തൻ്റെ UK സ്വപ്നങ്ങൾ ഫുൾഫിൽ ആയില്ല. പക്ഷെ താൻ കർത്താവിന് വേണ്ടി ചെയ്തതൊക്കെ, താൻ കർത്താവിനോട് ആൽബം ഒക്കെ ജയ്പൂരിലായിരുന്നപ്പോൾ ഹിന്ദിയിലൊക്കെ ഒരു പാട്ടൊക്കെ ഇറക്കി, അതൊക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. താൻ കർത്താവിന് വേണ്ടി ചെയ്തതൊക്കെ വളരെ ഫലവത്തായി തീർന്നു. പക്ഷെ താൻ മാനുഷികമായി കണക്കൂട്ടിയത് നടന്നില്ല. തൻ്റെ ലൈഫിന്റെ ആ ദൈവം വെച്ചിരുന്ന ടൈം അത്രേ ഉള്ളായിരുന്നു. എന്നെ കേൾക്കുന്ന യവനക്കാരെ, ഞാൻ നിങ്ങളെ പേടിപ്പിക്കുകയല്ല, ബട്ട് റിയാലിറ്റി പറയുക. നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന ഈ കാസിൽസ് എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ഉണ്ടാക്കുന്ന ഈ സ്വപ്ന കൊട്ടാരങ്ങളൊക്കെ ഒരു നിമിഷം മതി, ഇതെല്ലാം പോകും. അതാണ് പൗലോസ് പറഞ്ഞത്, സമയം അർത്ഥത്തിൽ ഉപയോഗിക്കുക. നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ പ്ലാൻ, നമ്മുടെ കരിയർ, നമ്മുടെ സ്കോപ്പ്, നമ്മുടെ ലൈഫിനെ സെറ്റിൽ ചെയ്യണം, എന്തൊക്കെ നമ്മുടെ വലിയ മാസ്റ്റർ പ്ലാൻ പണിത് ഇങ്ങനെ പോകുമ്പോൾ we miss out God's greater plan. We don't know the expanse of our life. നമ്മുടെ ജീവിതത്തിന്റെ ദൈർഘ്യം നമുക്കറിയത്തില്ല. ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാനായിരിക്കും ഏറ്റവും ആദ്യം പോകുന്നത്. പക്ഷേ ദൈവഹിതം മനസ്സിലാക്കി എനിക്ക് വെളിച്ചമായി ദൈവമാക്കിയിരിക്കുന്ന കോളേജിൽ, സ്കൂളിൽ, നാട്ടിൽ, പട്ടണത്തിൽ വെളിച്ചമായി ജീവിക്കണം. പരിശുദ്ധാത്മ ശക്തിയോടെ എനിക്ക് ജീവിക്കണം. ബുദ്ധിയുള്ളവനായി ദൈവഹിതം മനസ്സിലാക്കി എനിക്ക് ജീവിക്കണമെന്ന് നിങ്ങൾ സമർപ്പിച്ചാൽ നിങ്ങളുടെ ലൈഫ് വേസ്റ്റ് ആകത്തില്ല. നിങ്ങളുടെ ലൈഫ് വേസ്റ്റ് ആകത്തില്ല. അതെപ്പം ഫിനിഷ് ആയാലും യു ക്യാൻ ബി സാറ്റിസ്ഫൈഡ് ദാറ്റ് ഐ ഡിഡ് നോട്ട് എൻഡ് അപ്പ് മൈ ലൈഫ് വിത്ത് എ ലോട്ട് ഓഫ് റിഗ്രറ്റ്സ്. ഞാൻ കർത്താവിന്റെ വേലയിലേക്ക് തീരുമാനമെടുത്ത് കർത്താവിന്റെ വേലയിലായിട്ട് ഇപ്പോൾ 12 വർഷത്തിനടുത്താകുകയാണ്. ഞാൻ പറയട്ടെ, ഇന്ന് വരെ ഞാൻ റിഗ്രറ്റ് ചെയ്തിട്ടില്ല. കാരണം ഇത് എന്നെക്കുറിച്ചുള്ള ദൈവഹിതമാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതിന്റെ അർത്ഥം എല്ലാവരും കർത്താവിന്റെ വേലയിൽ പോകണമെന്നല്ല എൻ്റെ മെസ്സേജ്. നിങ്ങളുടെ ലൈഫിനെ കുറിച്ചുള്ള ദൈവഹിതം നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങൾ വെളിച്ചമായി നിങ്ങളെ ആക്കിയിരിക്കുന്ന ഇടത്ത് നിന്നാൽ നിങ്ങൾക്ക് ഒരു റിഗ്രറ്റും ഉണ്ടാകത്തില്ല. നിങ്ങൾ ജീവിതത്തിൽ മനുഷ്യന്റെ മുൻപിൽ തോറ്റുപോകാം, പക്ഷെ ദൈവത്തിന്റെ മുൻപിൽ നിങ്ങൾ എന്നും ഒരു ജയാളിയായിരിക്കും. അതുകൊണ്ട് ബുദ്ധിഹീനരാകാതെ ബുദ്ധിയുള്ളവരായി നടക്കുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഈ വചന ശുശ്രൂഷയെ ഇത്ര പേഷ്യൻസോട് ശ്രദ്ധിച്ച എല്ലാവരെയും ഞാൻ നന്ദി വന്ദനം ചെയ്തുകൊണ്ട് ദൈവദാസനും ദൈവസഭയ്ക്കും എന്നെ ക്ഷണിച്ച ബ്രദർ ജോയലിനും എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ലെറ്റ്സ് വാക്ക് വൈസ്ലി ഇൻ ദിസ് വിക്കഡ് വേൾഡ്. ഗോഡ് ബ്ലെസ് യു. Praise the Lord. ഇവിടെ കേറി വരുവീരെന്ന ദൈവശബ്ദം കേൾപ്പതിനു വേണ്ടി ഉണർന്നു നീ ഒരുങ്ങിടുന്നുവോ? ഇവിടെ കേറി വരുവീരെന്ന ദൈവശബ്ദം കേൾപ്പതിനു വേണ്ടി ഉണർന്നു നീ ഒരുങ്ങിടുന്നുവോ? യേശുവരുന്നേ, പൊന്നേശുവരുന്നേ, വരവീനായി തൻ വചനം പോൽ നീ ഒരുങ്ങിടുന്നുവോ? ആമേൻ. വരവീനായി തൻ വചനം പോൽ നീ ഒരുങ്ങി. യേശുവരുന്നേ, യേശുവരുന്നേ, പൊന്നേ വചനം പോൽ നീ ഒരുങ്ങിടുന്നു. ആമേൻ. വരവീനായി തൻ വചനം പോൽ നീ ഒരുങ്ങി. അമ്പരത്തിനാമേൻ, അമ്പരത്തിൽ ശക്തികൾ ഭ്രമിച്ചിടുന്നതാ. അമ്പരത്തിനാലെ ലോകം നടുങ്ങിടുന്നിതാ.
അമ്പരപ്പിൽ ശക്തികൾ ഭ്രമിച്ചിടുന്നീതാ. ആമേൻ. അമ്പരപ്പിനാലെ ലോകം നടുങ്ങിടുന്നീതാ. ആമേൻ. യേശുവാരുന്നേ, യേശുവാരുന്നേ. വരവീനാറ്റൻ വചനം പോൽ നീ ഒരുങ്ങിയിരുന്നുവോ? വരവീനാറ്റൻ വചനം പോൽ നീ ഇവിടെ കേറി. ആമേൻ. ഇവിടെ കേറി വരവീനെന്ന ദൈവശബ്ദം കേറി. അതിനു വേണ്ടി ഉണർന്നു നീയോ പ്രത്യാശയോടെ. ഇവിടെ കേറി വരവീനെന്ന ദൈവശബ്ദം. ആമേൻ. അതിനു വേണ്ടി ഉണർന്നു നീയോ ഒരുങ്ങിയിരുന്നു. യേശുവാരുന്നേ, യേശു. ആമേൻ. വരവീനാറ്റൻ വചനം പോൽ നീ ഒരുങ്ങിയിരുന്നു. ആമേൻ. വരവീനാറ്റൻ വചനം പോൽ നീ. യേശുവാരുന്നേ, യേശുവാരുന്നേ, യേശുവാരുന്നേ. ആമേൻ. വരവീനാറ്റൻ വചനം പോൽ നീ ഒരുങ്ങി. ഓ ആമേൻ. വരവീനാറ്റൻ വചനം പോൽ നീ. യേശുവാരുന്നേ, യേശുവാരുന്നേ, യേശുവാരുന്നേ. വരവീനാറ്റൻ വചനം പോൽ നീ ഒരുങ്ങിയിരുന്നു. വരവീനാറ്റൻ വചനം പോൽ നീ ഒരുങ്ങിയിരുന്നു. Hallelujah, praise the Lord. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നമ്മൾ ഈ ഓൺലൈൻ മീറ്റിംഗ് ക്രമീകരിച്ചു. ആ സമയം മുതൽ നാം ദൈവത്തോടെ പ്രാർത്ഥിച്ചു. ആ സമയം മുതൽ നാം പ്രാർത്ഥിച്ചു. ഈ മീറ്റിംഗ് വളരെ പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തി ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താണ്. ഹല്ലേലൂയ. ഈ മീറ്റിംഗ് ഇത്രത്തോളം അനുഗ്രഹമാക്കി തീർത്ത ദൈവത്തിന് സകല മഹത്വവും അർപ്പിക്കുന്നു. ഇന്ന് രാത്രി കാലം കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ആൽബി തോമസിൽ കൂടെ ദൈവികമായ സന്ദേശം കേൾക്കുവാൻ കർത്താവ് നമുക്ക് അവസരം തന്നല്ലോ. നാം കേട്ടതായ വചനം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരനുഗ്രഹമായി തീരട്ടെ. നമുക്ക് ദൈവസന്നിധിയിൽ ഇന്ന് രാത്രിയിൽ നമ്മെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിപ്പാനായിട്ട് അവിടെ ഇടയായി തീരട്ടെ. പാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ച് ദൈവമായി കർത്താവ് നമ്മെ സ്വർഗസ്ഥലങ്ങളിലാക്കി വെച്ചിരിക്കുകയാണ്. സ്തോത്രം. നമ്മുടെ സഭയുടെ ഭാഗമാക്കിയ ദൈവം നമ്മെ തീർത്തിരിക്കുന്നു. സ്വർഗവും ഭൂമിയും ഒന്നാക്കുക എന്നുള്ള ദൈവിക പ്ലാനിന് ആമേൻ ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുകയാൽ ആമേൻ നമ്മുടെ വിളിയെക്കുറിച്ച് നാം വളരെ ആമേൻ അറിവുള്ളവരായിരിക്കണം. ഐക്യതയിൽ നമുക്ക് നടക്കുവാനും ജാതികൾ നടക്കുന്നത് പോലെ നടക്കാതെ വളരെ സൂക്ഷ്മതയോടെ നടക്കുവാൻ ആമേൻ ഈ ലോകത്തിന്റെ കാലഗതികൾക്കനുസരിച്ച് നടക്കാതെ ആമേൻ ആമേൻ ജാതികൾ നടക്കുന്നത് പോലെ നടക്കാതെ ആമേൻ ദൈവഹിതം എന്തെന്ന് മനസ്സിലാക്കി തിരികിത പ്രകാരം നടക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും അവിടെ ഇടയായി തീരണം. നമ്മുടെ കഴിവുകൾ കൊണ്ട് നമുക്ക് അങ്ങനെ ദൈവത്തിന്റെ പ്രസാദം പെരുമാറിയൊരു ജീവിതം നയിപ്പാൻ കഴിയില്ല. നമുക്ക് പരിശുദ്ധാത്മാവിന്റെ സഹായം ആവശ്യമാണ്. ഒരു കാലത്ത് ഇരുളിലായിരുന്നു, എന്നാൽ ദൈവം നമ്മെ ഇപ്പോൾ വെളിച്ചത്തിലാക്കിയിരിക്കുകയാണ്. ആകയാൽ ആമേൻ ദൈവത്തിന്റെ പദ്ധതി എന്തെന്ന് തിരിച്ചറിഞ്ഞ് ആമേൻ ഈ ലോകത്തോട് അനുരൂപപ്പെട്ടു പോകാതെ ഈ ലോകത്തിന്റെ വ്യവസ്ഥിതികൾക്കനുസരിച്ച് നടക്കാതെ ആമേൻ ദൈവത്തിന്റെ ഹിതം മനസ്സിലാക്കി നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് ജീവിപ്പാൻ നമുക്ക് അവിടെ ഇടയായി തീരട്ടെ. ആമേൻ. അതാണ് ജ്ഞാനത്തോടെ നടക്കുക എന്നുള്ളത്. തന്നെയുമല്ല കർത്താവിന്റെ ദാസൻ നമ്മെ ഓർപ്പിച്ചു, സമയം അധികമില്ല, ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ നാം എന്ത് ചെയ്യണം? ഉപയോഗിക്കണം. ഇന്ന് രാത്രിയിൽ കേട്ട വചനത്തിന് മുൻപാകെ ആമേൻ മുൻപോട്ടുള്ള നമ്മുടെ ക്രിസ്തീയ ജീവിതം ജയകരമായി തീരണം. നമ്മളെക്കുറിച്ചുള്ള ആ ദൈവത്തിന്റെ പർപ്പസ് നമ്മളിൽ പരിപൂർണമാകുവാൻ പൂർണ്ണമായി തീരുവാൻ ഇന്ന് രാത്രികാലം നമ്മെ ദൈവകരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി സമർപ്പിക്കാം. അനുഗ്രഹിക്കപ്പെട്ട ദൈവിക വചനം നമുക്ക് കേൾപ്പാനിടയായി തീർന്നല്ലോ. നമ്മുടെ മധ്യത്തിൽ ആമേൻ ദൈവവചനം സംസാരിച്ച കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ആൽബി തോമസിന്റെ പ്രത്യേകാൽ എന്റെയും ദൈവസഭയുടെയും പേരുള്ള നന്ദി അറിയിക്കുന്നു. ഈ മീറ്റിംഗിൽ സംബന്ധിച്ച എല്ലാവർക്കും പ്രത്യേകാൽ നന്ദി അറിയിക്കുന്നു. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രിയിൽ പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകൾ മടക്കുന്നതിന് മുൻപായി നമ്മെ ഒന്ന് സമർപ്പിക്കാം. കർത്താവേ, ഈ ലോകപ്രകാരം ഒരിക്കലും ജീവിപ്പാനിടയാകാതെ വളരെ സൂക്ഷ്മതയോടെ വളരെ ജ്ഞാനത്തോടെ ആമേൻ ആത്മീയത എന്തെന്നുള്ളത് വ്യക്തമായി തിരിച്ചറിയുവാൻ ബിബ്ലിക്കലായി വചനപ്രകാരം ജീവിപ്പാൻ എനിക്ക് അവിടെ ഇടയായി തീരണം. എൻ്റെ ഇഷ്ടങ്ങളല്ല ദൈവത്തിന്റെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ സമ്പൂർണ്ണമാകുവാൻ ഇവിടെ ഇടയായി തീരണം. ദൈവഹിത പ്രകാരം നടക്കുവാൻ എനിക്ക് അവിടെ ഇടയായി തീരണം. അതിന് പരിശുദ്ധാത്മാവിന്റെ സഹായം എനിക്ക് ആവശ്യമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിനും പറയാം. ജേക്കബ് ജോൺ പാസ്റ്റർ പ്രാർത്ഥിച്ചാണ്. നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം.
ഞങ്ങളോടാരെ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ ദിനത്തിന്റെ നല്ല രാത്രിക്കായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ സൂം പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് കടന്നു വരുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, പ്രാർത്ഥിപ്പാൻ, അവിടുത്തെ അഭിഷിക്തനിൽ കൂടെ അനുഗ്രഹിക്കപ്പെട്ട ദൈവിക വചനങ്ങൾ ശ്രവിപ്പാൻ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കൽ കൂടെ നൽകിയ നല്ല സമയത്തിനായി സ്തോത്രം. ഈ ഒരാഴ്ച കൂടെ മരുഭൂമി യാത്രയിൽ അങ്ങ് ഞങ്ങളെ പരിപാലിച്ചു. ക്ലേശകരമായ ലോകത്തിൽ, പ്രയാസ പ്രതികൂലങ്ങൾ നിറഞ്ഞ ലോകത്തിൽ, ആപത്തനർത്ഥങ്ങൾ നിറഞ്ഞ ലോകത്തിൽ ഞങ്ങളെ ഇരുവരെയും കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ സ്നേഹത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, ഇന്ന് രാത്രി അവിടുത്തെ അഭിഷേകനിൽ കൂടെ കേട്ട നല്ല ആലോചനയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. വസായി സഭയ്ക്കായി സ്തോത്രം. ഇന്ന് രാത്രി ഇതിൽ ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. പ്രതിയാൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ വക്രത നിറഞ്ഞ ലോകത്തിൽ, ഈ ദുഷ്ടത നിറഞ്ഞ ലോകത്തിൽ, ഈ വഷളത്വം നിറഞ്ഞ ലോകത്തിൽ സൂക്ഷ്മത്തോടെ ജ്ഞാനികളായി, ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് കർത്താവെ, പരിശുദ്ധാത്മാവിന്റെ ആലോചന പ്രാപിച്ചുകൊണ്ട് ജഡീക ആഗ്രഹങ്ങളെ തിരഞ്ഞെടുക്കാതെ, വൃഥാവാക്കുകളാൽ ആരും ചരിച്ച് ഞങ്ങളുടെ ആത്മീക ജീവിതം നഷ്ടമായി പോകാതെ, ദൈവഹിതം എന്തെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനാൽ വിജയകരമായ ഒരു ജീവിതം നയിച്ച് കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ ഞങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി വളരെ വ്യക്തമായി ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളോട് സംസാരിച്ച് കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പാകെ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ദാസനെ അതിനായി ബലപ്പെടുത്തി പിന്നെയും അധികമായി ഇവിടുന്ന് ശക്തീകരിക്കണം. അനേകരുടെ നടുവിൽ സത്യവചനത്തെ കർത്താവേ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് പിന്നെയും അങ്ങയ്ക്ക് വേണ്ടി നിലനിൽപ്പാൻ ദൈവം സഹായിക്കണം. വസായി സഭയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവദാസനായി കുടുംബത്തിനായി സ്തോത്രം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ. കർത്താവെ, നല്ല ഗീതങ്ങൾ പാടുവാൻ കുഞ്ഞുങ്ങളെ ദൈവം സഹായിച്ചല്ലോ. പ്രാർത്ഥിപ്പാൻ പ്രിയപ്പെട്ടവനെ ബലപ്പെടുത്തിയല്ലോ. എല്ലാറ്റിനായി ഞങ്ങൾ നന്ദി കരയേറ്റുന്നു. ഞങ്ങളുടെ മുമ്പിലുള്ള ദിനങ്ങൾ കർത്താവിന് വേണ്ടി അധികമായി പ്രയോജനപ്പെടുവാൻ അവിടെ ഞങ്ങളെ സഹായിച്ചാട്ടെ. വചനത്തിന്റെ മുമ്പാകെ ഞങ്ങളെ ഒരിക്കൽ കൂടെ താഴ്ത്തി സമർപ്പിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ ധന്യമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമേൻ. ആശീർവാദം പറഞ്ഞാൽ പിതാവാം ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപ, നമ്മെ ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സഹവാസം കൂട്ടായ്മയും കാവലും നമ്മോടും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോടും ഇന്ന് രാത്രി കേൾക്കപ്പെട്ട വചനത്തോടും വചനം സംസാരിച്ച അവിടുത്തെ ദാസനോടും വസായി സഭയോടും ഇന്ന് രാത്രി ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരോടും ദൈവദാസനോടും കുടുംബത്തിനോടും എല്ലാവരോടും കൂടെ ഇപ്പോഴും എന്നേക്കും കർത്താവിന്റെ വീണ്ടും വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ. ആമേൻ.